തിരിച്ചും മറിയാനായിട്ട് നിങ്ങൾ എല്ലാവരും റെഡി ആക്കുക. കാരണം ഒരു കിഡിലൻ കോംബോ ഇങ്ങോട്ട് വരാൻ പോവാണ്. ആരാന്നറിയോ? നമ്മുടെ രാജ്മോഹൻ ചേട്ടനുണ്ട്, അഭിലാഷ് മല്ലിശ്ശേരി, പിന്നെ വിഷ്ണു പെണ്ണുകര. കൊടുക്കോട് വലിയ കൈയടി. വേറെ പൂമുഖവാതുക്കൾ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. എങ്ങനെ? ദുഃഖത്തിൽ ദുഃഖത്തിൽ മുള്ളുകൾ പൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. എങ്ങനെ? എന്റെ ഭാര്യയെ പറ്റിയാ ഞാൻ പാടുന്നത്. എന്റെ ഈ ഉയർച്ചക്ക് കാരണം അവളാണ്. എന്നെ ഉയർച്ച കണ്ടില്ലേ നിങ്ങൾ? കല്യാണം കഴിച്ചെന്റെ പിറ്റേ ദിവസം തൊട്ട് ഞാൻ ഉയരാൻ തുടങ്ങി. ഉയർന്ന് ഇപ്പൊ തറയിലുമല്ല മേളിലുമല്ല പറന്ന് നടക്കുക. അതൊരു സുഖ. സത്യം പറഞ്ഞാൽ എനിക്കും എന്റെ ഭാര്യയുടെ ഇടയിൽ കാതല. മനുഷ്യൻ ഉണർന്നു കൊള്ളുന്നത് അമ്മയെ കാതില്ല. അല്ലേ 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 അതേയും താണ്ടി 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 പുനിതമാനത് പുനിതമാനത് പുനിതമാനത്. എന്റെ ഭഗവാനെ, പറഞ്ഞ പോലെ സുശീലേ ഭാര്യേ, സുശീലേ ഭാര്യേ. വിളപ്പറ്റിയാണല്ലോ ഭഗവാനെ ഈ പാട്ടൊക്കെ ഞാൻ പാടിയത്. വീടും തുറന്ന് മലത്തിയിട്ടിട്ട് എവിടെയോ പോയേക്കുവാ. സുരേഷിന്റെ ഭാര്യ മഞ്ജു. മഞ്ജു എന്ന് വിളിക്കണ്ട, മാന്ന് പറഞ്ഞാൽ ചോറ് റെഡി. പക്ഷെ ഞാൻ അങ്ങനല്ല. ഇത്ര ഉയർന്നിട്ടും ചോറുമില്ല, കറിയുമില്ല, ഒന്നുമില്ല. ഞാൻ തന്നെ പോയെടുത്ത് കഴിക്കണമെന്നാ തോന്നുന്നു. എടീ ഭാര്യ സുശീലേ, പൂച്ച തിന്നാന്റെ ബാക്കി വേണം ഇനി ഞാൻ തിന്നാൻ. എന്തൊരു പൂച്ചയാന്ന് പറയുന്നു പറ. അഹങ്കാരി പൂച്ച. തങ്ക പസ്മ കുറിയിട്ട തമ്പുരാട്ടി നിന്റെ തികളാഴ്ച നോയമ്പെന്നു മുടക്കും ഞാൻ. എങ്ങനെ? എന്റെ ഭഗവാനേ, ഭഗവാനേ. ഇന്നലെ പോകാൻ നേരത്ത് ഞാൻ പറഞ്ഞായിരുന്നു മീൻകറി പൊളിക്കണമെന്ന്. ഇവള് കേട്ടത് പുളിക്കണമെന്നാണ്. കൊടംപുളി ഇട്ട് തട്ടിയേക്കുക. ചില സമയത്ത് ഇവള് ഉഴപ്പും. എന്നാലും എന്റെ ഭാര്യ സുശീല ഇവിടെ ഇല്ല. പഞ്ചായത്തിൽ പോയിരിക്കോ. വൈകിട്ട് 5 മണിയാകുമ്പോ വരും. എന്തെങ്കിലും തരാനാണ് എന്റെ തന്നത്, അത് ഞാൻ കൊടുത്തേക്കാം. ആരാ? മണിയൻ. ഒറ്റപ്പെഗ് മണിയൻ. ഒറ്റപ്പെഗ് മണിയൻ. ഒറ്റപ്പെഗ് മണിയൻ. ഒറ്റപ്പെഗ്. ഒരു ഫുൾ എനിക്ക് ഒറ്റപ്പെഗ്. ഞാൻ വേറെ മൂടില്ല. ഞാൻ വേറെ എങ്ങനെ മൂടില്ല. ഇപ്പൊ ചിലപ്പോ എന്റെ ഭാര്യ വന്നു കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കും, ഡിവോഴ്സ് ഉറപ്പ്. എങ്ങനെ? നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് കയറി വന്നെന്നായി ചോദിച്ചത്? പിന്നെ എന്റെ വീട്ടിലോട്ട് ഞാനല്ലാതെ എന്റെ വീട്ടിൽ കയറാൻ എനിക്ക് പിന്നെ തെങ്ങേ കയറാൻ പറ്റും. ഇവരെന്ത് ഈ പറയുന്നത്? നിങ്ങൾ തെങ്ങേനോ മരത്തിലോ എവിടെയെങ്കിലും കയറി പോകും. എന്റെ വീട്ടിലോട്ട് എന്തിനാ കയറി വന്നാ ഞാൻ ഈ ചോദിച്ചത്. നിങ്ങളുടെ വീട്? ആ ഇതാ. ആ പെണ്ണുമ്പളെ എന്റെ വായിരിക്കുന്ന കേക്കരുത്. എന്റെ ഭാര്യ എവിടെ? പഞ്ചായത്തിൽ പോയേക്കോണ്. അനാവശ്യം പറയരുത്. ഇറങ്ങി പൊക്കോണ എന്റെ വീട്ടിൽ. എന്റെ ഭഗവാനെ, 2 പെഗടിക്കുന്നുള്ള അല്ലാതെ എനിക്ക് വേറൊരു സുശീലവും ഇല്ലായിരുന്നു. സുശീലയോ അല്ല, ദുശീലോ ഇല്ലായിരുന്നു. അതിന് താണ്ട് എന്റെ വീടും പറമ്പും അവൾ ഇവക്ക് എഴുതി കൊടുത്തേക്കുന്നു. എത്ര രൂപ എഴുതി തന്നത്? ഇവിടെ കിടന്നുറങ്ങിയ എന്റെ കുഞ്ഞിക്കിളി എവിടെ? കുഞ്ഞിക്കിളി വല്ല മരത്തിന്റെ പൊത്തി വല്ല കാണും. എന്റെ കൊച്ചിനെ എടുത്ത് ഏതോ പൊത്തിക്കൊണ്ട് വെച്ചേക്കുവാണ്. എന്റെ കുഞ്ഞിന്റെ പേരാണ് കുഞ്ഞിക്കിളി. എടാ മനുഷ്യ, നിങ്ങൾക്ക് വീട് മാറിയതാ. നിങ്ങൾ കള്ളു കുടിച്ച് ബോധമില്ലാന്ന് കയറിയേക്കോ. ഇത് നിങ്ങളുടെ വീടല്ലേ? ഇത് വീട് മാറി. പിന്നെ മണിയൻ വീട് മാറിയിട്ട് വന്ന് കയറിയാന്ന് നിങ്ങൾ? ഒറ്റപ്പെക്ക് മണിയന് വീട് മാറിയെന്നാണ് ആണെന്നാ പറഞ്ഞത്. അപ്പൊ ചേച്ചി പറയുന്നത് എനിക്ക് വീട് തെറ്റിപ്പോയി, ഞാൻ സ്ഥലകാല ബോധമില്ലാതെ കയറി വന്നതെന്ന്. അതാ പറഞ്ഞത്. ഉറപ്പാണ്? ഉറപ്പാണ്. ഉറപ്പ്? ഉറപ്പ്. ഇനി മാറ്റി പറയും. ഞാൻ എന്തിനാ മാറ്റി പറഞ്ഞത്? നിങ്ങൾ വീട് മാറി വന്നേണ്ടാ പറഞ്ഞത്. അപ്പൊ ഇവിടെ നിന്ന് എന്റെ വീട് എവിടെ? നാട്ടുകാരെ കൊണ്ട് നാട്ടുകാർ കൂടെ കയറി വന്നാലുണ്ടല്ലോ. ഇവിടെ നാട്ടുകാരുണ്ടോ? എന്റെ വീട്ടിലുണ്ട് കാറ്, റോട്ടിലുണ്ട് ബാറ്, ഇവിടെയുണ്ട് നാട്ടുകാർ. ഇറങ്ങി പോകുന്നുണ്ടോ? എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയത്തില്ല. ഇറങ്ങി പോകുന്നുണ്ടോ? ചേച്ചി, ഞാനൊരു കാര്യം പറയാം. ചേച്ചി, ഞാൻ പറയുന്നൊന്ന് കേക്ക് ചേച്ചി. എന്റെ ഉള്ളുടുത്തും
ഈ നിന്റെ ഉള്ളുടുത്തു എന്റെ ഉള്ളാണോ നിന്റെ ഉള്ളാണോ? എന്റെ ഭർത്താവുണ്ടല്ലോ രാവിലെ 4:30 ആകുമ്പോ ഇടച്ച് പണിക്ക് പോകുന്ന വൈകിട്ട് 8:30 ആകുമ്പോഴേ അങ്ങാര് കയറി വരുന്നത്. അങ്ങാര് ഒന്നും ഈ നാട്ടുകാരും കണ്ടിട്ടില്ല. നിങ്ങളെ എന്നെ കൂടെ ഇവിടെ കണ്ട നാട്ടുകാർക്ക് ഒന്ന് ചോദിച്ചോ എന്തോ പറയും. അങ്ങനെ രക്ഷപ്പെട്ട് ചേച്ചിയുടെ ഭർത്താവിനെ നാട്ടുകാരും കണ്ടിട്ടില്ല, എന്റെ ഭാര്യ ആരും കണ്ടില്ല. സെയിം പിച്ച്. എന്റെ ദൈവം പറഞ്ഞിട്ട് നിങ്ങൾ വീട് മാറി വന്നതാന്ന് പറഞ്ഞ മനസ്സിലാത്ത പറ്റിയേക്കുന്നു. വീട് മാറി വെള്ളമടിച്ച് എന്റെ ദൈവമേ, എനിക്ക് എന്റെ ഭർത്താവ് കൊണ്ട് വന്നാണ്ടല്ലോ നിങ്ങളുടെ 2 കാലും തല്ലി ഓടിക്കും. അറിയാവോ? പുള്ളിക്ക് കാലില്ലേ? കാലില്ലെന്നല്ല പറഞ്ഞ്, നിങ്ങളുടെ 2 കാലും തല്ലി ഓടിക്കുമെന്നാ പറഞ്ഞു. എങ്ങനെ എങ്ങനെയാണോ? വല്ല കമ്പിയോ വല്ല മടല വല്ല എടുത്താൽ അതല്ല എന്റെ സ്റ്റൈലാ. എങ്ങനെ അങ്ങനെ ഇറങ്ങി പോകാമോ? ഞാൻ വീട് മാറി വന്നതെന്നാണ് പറയുന്നത്. നിങ്ങൾ വീട് മാറി വന്നത് എനിക്ക് അബദ്ധം പറ്റിയാണ്. അബദ്ധം പറ്റിയാണ് സത്യം. ഇത് നിങ്ങളുടെ വീടാണ്. ഇതെന്റെ വീടാണ്. ഉറപ്പാണ്? ഉറപ്പാണ്. 100%. അപ്പൊ ഇവിടെ നിന്ന് എന്റെ വീട് എവിടെ? ഞാൻ ഏറ്റു. ഞാൻ ഇവിടെ കയറി ഇച്ചിരി ചോറ് കഴിച്ചു പോയി. ആരെങ്കിലും ചോദിച്ചാ വീട്ടിലൂണ് കഴിക്കാൻ വന്നെന്ന് പറഞ്ഞോ? തുടങ്ങിക്കൂടെ? തുടങ്ങുന്ന മുമ്പേ ആള് വന്ന് ഇനി ക്യൂ ആയിരിക്കും. സാരമില്ല, നീ ചോറ് കഴിച്ചു പോകാം. എന്നാ ഞാൻ ഒരു കാര്യം ചെയ്യും, ഞാൻ കഴിച്ച പ്ലേറ്റ് ഞാൻ കഴുകി വെക്കും. പ്ലേറ്റ് ഒന്ന് കഴുകി വെക്കട്ടെ, ഞാൻ കഴുകി വെച്ചോളാം. ചേച്ചി സാരമില്ല. ചേച്ചി വീട് മാറിയെന്നല്ലേ പറയും? വീട് മാറി. ഉറപ്പാണല്ലോ? ഉറപ്പാണ്. നിങ്ങളെ വീടാണല്ലോ ഇത്. ഉറപ്പാണല്ലോ? ഉറപ്പല്ലേ? ഉറപ്പാടാ കുഞ്ഞേ. ഇവിടെ ഇന്ന് എന്റെ വീട്. വേണ്ട, ഞാൻ ഇനി അത് ചോദിക്കുന്നില്ല. അങ്ങനാണെങ്കിൽ ഞാനേ വേറൊരു കാര്യം ചെയ്യാം. എന്താ? വേറൊരു സംഭവം ഉണ്ട്. എന്തുവാ? ഞാൻ അനാവശ്യമായിട്ട് ഇപ്പൊ ഇങ്ങനെ കേറിയെന്നാണല്ലോ പറയുന്നത്. അങ്ങനാണെങ്കിൽ തന്നെ ഞാൻ കഴുകി വെച്ചോളാം ഈ പ്ലേറ്റ്. എന്താ നീ അങ്ങോട്ട് കഴുകി? അങ്ങനെ ചേച്ചി, ഞാൻ മാന്യനാണ്. വീട് മാറി കയറിയെങ്കിലും ഞാൻ ചിന്ന പ്ലേറ്റ് വേറെ ആരെ കൊണ്ടും മണിയൻ കഴിപ്പിച്ചിട്ടില്ല. അതിലും മണിയൻ ഡീസന്റാ. ഒറ്റപ്പഗ് മണിയൻ. എങ്ങനെ ഒരു കാര്യം ചെയ്യും, പാത്രം കൊണ്ടാൻ കഴിക്കോളാം. അങ്ങ് പോണേ ആ വഴി. ഊണ് കഴിഞ്ഞാൽ 1 മണിക്കൂർ മയക്കം. ഇവിടെ പറ്റത്തൊന്നുമില്ല. എന്റെ ചേച്ചി, ഞാൻ മാന്യനാണ്. ഇവിടെ കിടന്ന് ഞാൻ ഉറങ്ങില്ല. അകത്ത് ബെഡ്റൂം ഉണ്ടോ? ഓക്കെ, ഞാൻ പൊക്കോളാം. അവിടെ പൈപ്പുണ്ട്, അവിടെ കഴിയിട്ട് പൊക്കോളാം ചേച്ചി. എന്നാ പോ. നീ എന്താ നിൽക്കുവാ? നീ എങ്ങനെ പൊക്കോളാവേ? അയ്യോ, അവനെ കുറ്റിയും പറിച്ചു. ഉമ്മേ, അയ്യോ എന്റെ അണ്ണം വന്നു. അയ്യോ അണ്ണം വന്നു. അയ്യോ അണ്ണം വന്നു. അയ്യോ അണ്ണ അണ്ണനെ ആരാണ്ട് പറഞ്ഞു പറ്റിച്ചതാ. എന്തുവാ? അണ്ണന് വണ്ണം വന്നെന്ന് പറഞ്ഞു. അയ്യോ വണ്ണം വന്നല്ല, പിന്നെ ഉമ്മയുടെ അണ്ണം വന്നെന്ന്. അണ്ണം വന്നു. അയ്യോ എന്റെ അണ്ണം വന്നല്ലോ, എന്റെ അണ്ണം വന്നല്ലോ, എന്റെ അണ്ണം വന്നല്ലോ. അയ്യോ എന്താ സോക്കേടാ? ആദ്യമായിട്ട് കാണുന്ന പോലെ. അല്ല, അണ്ണം വന്നതിന്റെ സന്തോഷമാണ്. നമുക്ക് അകത്ത് പോയി കഴിഞ്ഞു വന്നേ. അകത്തോട്ട് പോകണ്ട അണ്ണ. ഇവിടെ എന്താ മതി. എന്താ ഇത്ര നേരത്തെ വന്നേ? നേരത്തെയോ? താമസിച്ചു. അണ്ണൻ ഇവിടെ വരുന്നതിന് മുമ്പ് വേറെ എങ്ങാണ്ട് പോയി താമസിച്ചിട്ടാ വന്നേ. അയ്യോ വേറെ പോയി താമസിച്ചെന്നല്ല പറഞ്ഞത്. ഇങ്ങോട്ട് വരാൻ താമസിച്ചു. ആണോ? പണിയെടുത്ത് ഊപ്പാട് വന്നു. അണ്ണന്റെയോ? എന്റെ അല്ല, പിന്നെ കൂടെ പണിയുന്ന ബംഗാളിയുടെ. അപ്പൊ അണ്ണനോ? വെട്ടിപ്പിടിച്ച് നിൽക്കൂല്ലോ. പിന്നെ പറച്ചിൽ കേട്ടാത്തൊന്നും ടിപ്പു സുൽത്താൻ വന്ന് നിൽക്കുവാന്ന്. നടുവെട്ടി പിടിച്ച കാര്യമായി പറഞ്ഞു. നിങ്ങള് പണിക്കും വേലയ്ക്കും പോകാതിരുന്നെങ്കിൽ അവര് ശമ്പളം തരത്തില്ല. പിള്ളേർക്ക് നാളെ സ്കൂളിൽ ഫീസ് കൊടുക്കണ്ട, അറിയാമല്ലോ. നീ എന്തോ പറയുന്നത്? ഫീസിന്റെ കാര്യം ഞാൻ മോലാളിയോട് സംസാരിച്ചപ്പോ ഇയാൾ തിന്നോണ്ടിരുന്ന ഒരു ചിക്കന്റെ പീസ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ചിക്കന്റെ പീസ് കിട്ടിയപ്പോ പിള്ളേരുടെ ഫീസിന്റെ കേസ് ഞാൻ വിട്ടു. അല്ലേലും നിങ്ങൾക്ക് പണ്ടേ ചിക്കന് ഭയങ്കര കൊതി. നിങ്ങളുടെ ചിക്കന്റെ കൊതി കേൾക്കണോ? ഒരു ദിവസം ചിക്കൻ മേടിക്കാൻ പൈസ ഇല്ലാതെ വന്നപ്പം എവിടുന്നോ ഒരു കൊതുകിനെ പിടിച്ചോണ്ട് വന്ന് കൊത്തിച്ച് ചിക്കൻ കുനിയെ വരുത്തി ആളായി. ഇവളെ കെട്ടിയ വഴിക്ക് എനിക്ക് ശ്രീധരത്തിന്റെ പൈസ കുറച്ച് കിട്ടാനുണ്ട്. ഈ പൈസ ചോദിച്ച് ഞാൻ എപ്പോ വീട്ടിൽ ചെന്നാലും ഇവിടെ അച്ഛനേക്ക് ചിക്കൻ കറി വെച്ച് തരും. എനിക്ക് എന്തുവാ ശ്രീധരൻ കിട്ടിയെന്ന് അറിയാമോ? 4 ചിക്കൻ കാലും ഉള്ളി അരിഞ്ഞു. അച്ഛനെ കുറിച്ച് അച്ഛൻ ചെയ്ത കാര്യമാണ്. നമുക്ക് ഇപ്പൊ രാത്രി തന്നെ അച്ഛൻ എടുക്കലോട്ട് അങ്ങ് പോയാൽ നമുക്ക്. അച്ഛനെന്താ പറ്റി? അച്ഛന് സുഖമില്ലായിരിക്കുമല്ലേ? പറച്ചില് കേട്ടാത്തൊന്നും വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖം പിടിച്ച് കിടക്കുവാണ്. അല്ല, സുഖം തേടിപ്പോയി സുഖമില്ലാതായ ആളാ. എന്താണെന്നറിയാമോ? സ്പായി പോണോന്ന് പറഞ്ഞ് വെള്ളം ഉണ്ടാക്കി. അവിടെ ചെന്ന് കേറിയിട്ട് എന്തോ കണ്ണന്തിരിവ് കാണിച്ചു. പോലീസുകാർ പിടിച്ച് ഇടിച്ച് പിഴിഞ്ഞ് ഇഞ്ചനാര് പരുവാക്കി. ഇപ്പൊ സ്പായി പോണോന്ന് പറഞ്ഞ മനുഷ്യരിപ്പൊ സ്ഥിരം പായല. പിന്നെ നാട്ടുകാർ പറയുന്നത് എന്തോന്നറിയോ? നിന്റെ അച്ഛനെ കൊച്ചിന്റെ സ്വഭാവം ഉണ്ടെന്ന്. നാട്ടുകാരും കയറി വരുന്നത് പായ്ക്കാത്തി ചുരുണ്ടം കൂടും. പിന്നെ അവര് പോയി കഴിയുമ്പോ വിരിയും.
അതിന് സത്യം പറഞ്ഞോണ്ടല്ലോ മുതുകാട് വരെ തോറ്റു പോകും നിന്റെ അച്ഛന്റെ ജാലവിദ്യക്ക്. നീ അച്ഛന്റെ കഥയും പറഞ്ഞോണ്ടിരിക്കുക. അണ്ണൻ പണിക്ക് പോയിട്ടല്ലോ. ഒന്ന് കുളിക്ക് പോകും. പോ കുളി. നീ വാ. അണ്ണൻ കുളി. നീ വാ, എന്റെ പുറത്തേക്ക്. അണ്ണൻ കുളി. പോ കുളി. അണ്ണൻ കുളി. പോ കുളി. അണ്ണൻ കുളി. ഓടി. എന്തുവാണ്? ഇതൊന്നും നനച്ചിട്ടേ കേട്ടോ. കളിച്ചോ, ഡാൻസ് നിർത്തണ്ട. കണ്ടിന്യൂ. കിടുക്ക സാധനമായിരുന്നു, നല്ല ഐറ്റം ആയിരുന്നു. എങ്ങനെ ഇയാൾ എന്നെ കാണിക്കത്തില്ല? എങ്ങനെ കളിയടാ, ഡാൻസ് കളി. മണിയൻ ഒറ്റ പെഗ് മണിയൻ. ആരാടി ഇത്? സ്ഥലം മാറി വരാൻ ഇയാൾ എന്താ സ്ഥലം എസയ്യോ? അല്ലേ തന്നെ ഒരു സ്ഥലം എസൈ എന്റെ വീട്ടിൽ വന്ന് ചാർജ് എടുക്കേണ്ട കാര്യമുണ്ടോ? എന്നെ സംശയിക്കല്ലേ അണ്ണ? ഓ, എന്റെ കുഞ്ഞിനെ ഞാൻ സംശയിക്കുമോ? എനിക്ക് ഇവനെ അല്ല, എനിക്ക് ഇവനെ സംശയം. മോനെ മാടാ, മാമൻ പറഞ്ഞുതരാം. മാമനോ? സംശയവാ മാമനോട്. കിട്ടവാ പറയുന്ന കേട്ടോ, മുട്ട വരാൻ. മുട്ടേ വരാനല്ല, കിട്ടേ വരാൻ. തമിഴത്. തമിഴ് നിനക്ക് അങ്ങനെ അറിയാം? എന്നെ സംശയിക്കല്ലേ അണ്ണ? നീ പാടാ. മാമൻ പറഞ്ഞുതരാം. ഓണോ? ഇങ്ങോട്ട് മണിയനാടാ വിളിക്കുന്നത്. ഒറ്റപ്പെക്ക് മണിയൻ. ഇങ്ങോട്ട് വാടാ, അടുത്ത് വാടാ. എങ്ങനെ വന്നു? പറഞ്ഞുതരാം. പിന്നെ എന്റെ ഭാര്യ സുശീല ഇവിടെ ഇല്ല. എവിടെ പോയി? വരുമ്പറിയാം. വരുമ്പോ അറിയാം. ഞാൻ പേടിച്ചു പോയി. മനസ്സിലായി? ആരാടി ഇത്? എന്റെ അണ്ണ നിങ്ങൾ പോയി ചോദിക്കും. എന്റെ അടുത്ത് കള്ളം കുടിച്ചിട്ട് കയറി വന്ന അണ്ണൻ പോയി ഓടിച്ചു വിടണോ? കള്ളു കുടിച്ചതിന്റെ ബാക്കി ഇരിപ്പുണ്ടോ? അവിടെ ചോദിക്കാൻ പറഞ്ഞു. ആരാടി ഇത്? ഇതാരാ? ആരാടി? ഇതാരാ? ആരാടി? ഇതാരാ? ആരാടി ഇത്? ഇതാരാ? ആരാടി ഇത്? ഇതാരാ? ആരാടി? ഇതാരാ? ആരാടി ഇത്? ഇതാരാ? ആരാന്ന് പറഞ്ഞാ? ആരാടി? ഒരു പാമ്പിടിച്ച പെണ്ണിനെ നടുക്ക് നിർത്തി രണ്ടുപേര് അപ്പുറം നിന്ന് ഇപ്പുറം നിന്ന് ഇതാരാന്ന് ചോദിച്ചാൽ അവര് പാനിക്കാവും. എങ്ങനെ പേടിക്കുമെന്ന് ഞാൻ ചോദിച്ച് ക്ലിയർ ചെയ്ത് തരാം. എന്റെ ഭർത്താവ്. ക്ലിയർ ആയില്ലേ? ഇനി നീ ചോദിക്കും. ഞാൻ ചോദിക്കട്ടെ? ചോദിക്കടാ. ആരാടി ഇത്? എന്റെ അണ്ണ എനിക്കറിയത്തില്ല. ഞാൻ ഉറക്കം എണ്ണിച്ച് പറഞ്ഞപ്പോ ഇവിടെ നിന്ന് ചോറുണ്ടെന്ന് എന്ന് വന്ന് എങ്ങാട്ടൊന്ന് കള്ളം കുടിച്ചിട്ട് അവരുടെ വീടാന്ന് പറഞ്ഞ് നിൽക്കുവായത്. എന്റെ വീട്ടിലാ? എടാ നിർത്തടാ, നീ ഒന്ന് നിർത്ത്, ഞാൻ സംസാരിക്കട്ടെ. ആദ്യം ഭാര്യ വന്ന് ഇറക്കി വിടാ. നടക്കാത്തോണ്ട് ഭർത്താവിന്റെ രൂപമുള്ള ഒരുത്തനെ പറഞ്ഞു വിട്ടു. എടാ ഞാനൊരു കാര്യം പറയാം. ഇത് നിങ്ങളുടെ വീടാന്നാണോ നിങ്ങൾ പറയുന്നത്? ഞങ്ങളുടെ വീടാ ഇത്. ഉറപ്പാണോ? 100%. അപ്പൊ ഇവിടെ നിന്ന് എന്റെ വീട് ഇറങ്ങി പോവാനാ? നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാനാ? ഞാൻ പോവാൻ? എന്റെ വീട്ടിൽ കയറി വന്നിട്ട് ഞാൻ പോവാൻ? ഇവള് എന്നോടുള്ള കലിപ്പിന് 700 രൂപക്ക് സ്ഥലവും വരെ എഴുതി കൊടുത്തേക്കുവാൻ. മര്യാദക്ക് തിരിച്ചെഴുതി തന്നില്ലെങ്കിൽ തിരിച്ചെഴുതിയാ നീ അങ്ങനെ വായിക്കും? തിരിച്ചെഴുതി തന്നില്ലെങ്കിൽ ഇവിടെ ചോരപ്പുഴ എഴുകും. പറയുന്നത് മണിയനാ, ഒറ്റപ്പെഗ് മണിയൻ. മനുഷ്യനെ നിങ്ങൾ അങ്ങനെ എത്രയും പേര് ഇറക്കി. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്താ ഈ മീശ വെച്ചോണ്ട് നടക്കും? അങ്ങോട്ട് പഠിച്ചാലോ മനുഷ്യൻ നടക്കുവാ. അതിന് ഇത് പറയണ്ട അവിടെ. നീ ഇത് മനസ്സിൽ വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ മനസ്സിലാക്കും. ഭാര്യ എന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യം പറഞ്ഞു മനസ്സിലാക്കി തരണ്ടായോ? അറിയാൻ വയ്യാത്തത്. അതെ, മീശ പഠിച്ചാ പോകാമോ? നിന്റെ ഈ ചുണ്ടും മൂക്കും തമ്മിൽ എന്തെങ്കിലും വിഷയത്തിന് പിണങ്ങിയിരിക്കുവാണോ? എന്തുവാ അതിര് തിരിച്ചു വെച്ചേക്കുവാ. എന്നാ തൂത്താ പോവും. എന്തിനാണ് വടിച്ചു കളയുന്നത്? ഇത് എന്റെ കസേര, എന്റെ വീട്, എന്റെ ബെഞ്ച്, ഞാൻ കഴിച്ച ചോറ്, എന്റെ മീൻകറി. ഇത് എന്റെ വീട്. ഒറ്റപ്പെഗ് മണി എന്റെ വീട്. ഉമ്മേ, ഇവൻ പറയുന്ന കേട്ടിട്ടെ നമുക്ക് തെറ്റിയെന്നാ തോന്നുന്നു. അവന്റെ വീടാണ്. എന്താണ് നിങ്ങൾ ഉറപ്പിച്ചു? അവൻ ഇത് ലൈഫിൽ നിന്ന് കിട്ടിയ വീടാ. അവൻ പറയുന്ന ലൈഫ് കണ്ടില്ലയോ? അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് പോവാം. എങ്ങോട്ട്? നമ്മുടെ വീട്ടിലോട്ട്. നിങ്ങൾ വെളുപ്പാങ്കാലത്ത് രാവിലെ എഴുന്നേറ്റ് പണിക്ക് പോയിട്ട് പാതിരാത്രി കയറി വരുന്നത് നമ്മുടെ വീടായത്. നിങ്ങൾക്ക് ഒരു ബോധമില്ല? നിനക്കാണ് ഈ ബോധമില്ലാത്ത. ഇവിടെ വലിയ ബോധമില്ലാത്ത കാര്യം പറയുന്നു. ഞാൻ രാവിലെ വെളുപ്പിന് 4 മണിക്ക് എണ്ണിച്ച് പോകുമ്പോ ഇവിടെ ഇരുട്ടില്ലയോ? രാത്രി 10:30 കയറി വരുമ്പോ ഇവിടെ ഇരുട്ടില്ലയോ? എന്റെ ദൈവത്തിനാണ് പകൽ വെളിച്ചത്ത് ഈ വീട് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുക, എനിക്ക് ബലമായ സംശയമുണ്ട് ഇത് നമ്മുടെ വീടല്ല. ഇത് നമ്മുടെ വീടാ മനുഷ്യനെ, നമ്മുടെ വീടായത്. നമ്മുടെ അങ്ങനെ കള്ളു കുടിച്ചിട്ട് ബോധമില്ലാതെ പറയുന്നത്. നിങ്ങൾ പോയി ചോദിക്കാക്കോട്ട്.
കഷ്ടമായത്. ഞങ്ങളുടെ വീടാന്നാ ഇത്. ആര് പറഞ്ഞു? ഇപ്പൊ പറഞ്ഞു ഇറങ്ങി പൊക്കോണം. ഇവിടെ കിടന്നിറങ്ങിയ എന്റെ കുഞ്ഞിക്കിളി, എന്റെ മൂത്ത മകൻ, എന്റെ ഇളയ മകൻ തൂക്കണാങ്കുരുവി, അവനും എവിടാന്നൊരു പിടിയുമില്ല. എവള് എവിടെയോ കൊണ്ടുപോയേക്കാണ് എന്റെ ഭാര്യ. ഇത് എന്റെ വീട്. ഭാര്യയും ഭർത്താവും കൂടെ വന്ന് എന്നെ ഇവിടെ ഇറക്കാന്ന് നോക്കണ്ട. ഇത് ഒറ്റ പെഗ് മണിയൻ. നീ പറയാൻ പോലെ എന്താന്ന് എനിക്കറിയാം. ഒരു കാര്യം കൂടെ ഉണ്ട്. ഇത് നിങ്ങളുടെ വീടാന്ന് ഉറപ്പാണ്. 100%. അമ്മ സത്യം. അമ്മ സത്യം. അപ്പൊ ഇവിടെ എന്റെ വീട് എവിടെയാണോ? ഇത് നിന്റെ വീടാന്ന് ഞാൻ സമ്മതിച്ചു. ഞാൻ സമ്മതിച്ചടാ, സമ്മതിച്ചു. വിളിക്കടാ നിന്റെ ഭാര്യയെ. എങ്ങനുണ്ട്? വിളിക്ക്. നിന്റെ വീട്ടിൽ തന്നെ വേറെ ആരെങ്കിലും വിളിക്ക്. വിളിക്കടാ. അറിയട്ടെ. ഭാര്യയെ വിളിക്കണം. നടക്കത്തില്ല. എന്നാ നമുക്ക് ഓട്ടോ വിളിച്ചു കൊണ്ടുവരാം. അതെന്തിനാണ്? എന്റെ ഭാര്യ നടക്കത്തില്ലെന്ന്. അയ്യോ, അങ്ങനല്ല പറഞ്ഞത്. വിളിയടാ. അവളെ വിളിച്ചോണ്ട് വരല്ലേ, ഇത് തെളിയിക്കാൻ നടക്കത്തില്ല. എന്നാ നിന്റെ അമ്മായിത്തിനെ വിളിയടാ. അമ്മായച്ചന്റെ കാര്യം പറഞ്ഞ് വെട്ട് നടക്കും ഇവിടെ. വെട്ട് പുഴ ഞാൻ ഒഴുക്കും. മണിയൻ, ഒറ്റ പെഗ് മണിയൻ. നേരമായിട്ട് ഞാൻ പറയുന്നത് എന്റെ വീടാണ്. എന്റെ വീടാണ്. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ. എന്റെ ഭർത്താവ് നടന്നുകൊടുന്ന പോലെ നിൽക്കുന്നതാണ് ഞാൻ നിന്നെ ഒന്നും ചെയ്യാത്തത്. അങ്ങോട്ട് അങ്ങനെ ചുക്കരി ചൂണ്ടാവിന് കൊള്ളാത്തോണ്ടോ നിന്നെയുണ്ടല്ലോ, നിന്നെ ഞാനല്ലോ വിട്ടോ. അതൊക്കെ ഇവിടെ. ഇതാള് വേറെയാ. ഒറ്റപ്പക മണിയൻ കേട്ടോ. എങ്ങനെ എങ്ങനെയാണോ? നീ അവനെ ഇങ്ങനെ അടിക്കല്ലേടി. എന്താ ചേട്ടാ? ഞാൻ ചത്തുപോകും. മാമൻ പറഞ്ഞുതരാം. ഒന്നും തോന്നരുത്. ദേഷ്യം കൊണ്ട് നിന്റെ ഭാര്യയെ 4 എണ്ണം പൊട്ടിച്ചു പോയി. നിനക്ക് ചെയ്യാൻ പറ്റാത്തത് ഞാൻ ചെയ്തെന്ന് കരുതിയാ മതി. ഒന്ന് ഞാൻ കെട്ടിയതാ, 2 പിള്ളേരും. ഫോൺ എടുക്കരുത്. ഒറ്റപ്പക്ക് മണിയനാ പറയുന്നത്. ഹലോ മണിയണ്ണ, നിങ്ങൾ ഇത് എവിടാന്നാ? മണിയണ്ണനോ? ആ മണിയണ്ണ, ഇത് എവിടാ നിങ്ങള്? നിങ്ങളാരാ? ഞാൻ എന്റെ ഭാര്യ. ഇതെന്താ ഇങ്ങനൊക്കെ ചോദിക്കുന്നേ? അയ്യോ, ഞാൻ മണിയണ്ണനല്ല. പിന്നെ എന്റെ പൊന്നു ചേച്ചി, നിങ്ങളുടെ ഭർത്താവ് കള്ളം കുടിച്ചിട്ട് അയാളുടെ വീടാന്നും പറഞ്ഞ് ഇവിടെ ബഹളം ഉണ്ടാക്കി എന്റെ കസേരയെല്ലാം അടിച്ചു പൊട്ടി ചേച്ചി. അയ്യോ, എനിക്ക് സംശയം ഉണ്ടായിരുന്നേ. കള്ളു കുടിച്ച് അയാൾ ആ വീട്ടിൽ വന്ന് കേറും. കാരണം പണ്ട് ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ച വീടാ സാറേ. ഒന്നും ചെയ്യല്ലേ സാറേ, ഒന്നും ചെയ്യല്ലേ സാറേ. എങ്ങനെങ്കിലും വിളിച്ചോണ്ട് പോയി വിടുന്നു. ഞാൻ വരുമോ? ഓട്ടോ വിളിച്ച് ഞാൻ അങ്ങ് വന്നേക്കാം. ഒന്നും ചെയ്യല്ലേ സാറേ. സാറേ, നിങ്ങളുടെ ഭാര്യ ഫോൺ വിളിച്ച കേട്ടോ? ഇപ്പൊ മനസ്സിലായോ? കാര്യങ്ങളൊക്കെ മനസ്സിലായോ? ഞങ്ങളുടെ വീട് മൊത്തം നശിപ്പിച്ചില്ലേ നിങ്ങള്? എന്തൊരു കഷ്ടമായി കാണിച്ചത്. ഇങ്ങനെയൊക്കെയാണോ കാണിക്കുന്നത് ഒരു വീട്ടിൽ ചെന്ന്? മതി മതി പോ, മതി. മനസ്സിലായല്ലോ? പെണ്ണുമ്പിള്ള നോക്കി എന്റെ പൊന്നളിയാ, ഞാൻ പറയുന്നൊന്ന് കേക്കളി. പെങ്ങളെ, ഒരബദ്ധം ആർക്കും പറ്റും. അങ്ങനെ പറ്റിപ്പോയതാ. ഇപ്പൊ കാര്യങ്ങൾ 3 പേർക്കും മനസ്സിലായ സ്ഥിതിക്ക് എന്നാ മണിയൻ പൊക്കോട്ടെ. എന്റെ ഫോണിനെവിടെ? എങ്ങനെ മഴ പെയ്തു തോന്നുന്ന പോലെ. ഒരിക്കലും വിഷയത്തിന് വരുമല്ല മണിയൻ, ഒരിക്കലും വരുമല്ല. എന്റെ പൊന്നു പെങ്ങളെ, അങ്ങനെ വിചാരിക്കല്ലേ അളിയാ. ഇത് നിങ്ങളുടെ വീട് തന്നെയാണല്ലോ. ഉറപ്പാണ്. ഉറപ്പായിട്ടും ഇത് എന്റെ വീടാ. 100%. ഇത് ഞങ്ങളുടെ വീടാണെന്ന് ഇപ്പൊ ഉറപ്പായല്ലോ നിങ്ങക്ക്. അപ്പൊ ഇവിടെ നിന്ന് എന്റെ വീട് എവിടെ? ഒരു ഫുള്ള് ഒറ്റപ്പെഗിന് അകത്താകുന്ന ഒറ്റപ്പെഗ് മണിയന്റെ ഈ സ്കിറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ചോദിക്കാം. ബിജുക്കുട്ടൻ ചേട്ടാ, കില്ലിക്കട്ടൻ സ്കിറ്റായിരുന്നു. ഒരു രക്ഷ ഉണ്ടായില്ല കേട്ടോ. ഗംഭീര സ്കിറ്റ്. കാരണം ഇതിനാദ്യം പറയേണ്ടത്, ഇതിനകത്ത് ഒരു കൗണ്ടർ പോലും നമ്മൾ ഈ ഫ്ലോറിൽ കേൾക്കാത്ത കൗണ്ടറാണ്, അല്ലെങ്കിൽ ഒരു കുടിയം വന്ന് പറയാത്ത കൗണ്ടറാണ്. കാരണം
ഈ സ്കിറ്റിന് എന്താണ് ആവശ്യം, ഈ വീടിന് എന്താണ്, അല്ലെങ്കിൽ ഈ കുടിയന് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അത് മാത്രമേ നിങ്ങൾ 3 പേരും ചെയ്തിട്ടുള്ളൂ. ഉഗ്രൻ കൗണ്ടറുകളായിരുന്നു. പിന്നെ 3 പേരുടെ പ്രകടനം ഒരു രക്ഷയില്ലട്ടാ. താങ്ക് യു കേട്ടോ. അഭിലാഷ്, നിങ്ങളുടെ മുടിവെപ്പും മീശ വടിക്കലും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡും അത് ഇതിന് ഭയങ്കര വല്ല ബൂസ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ വിഷ്ണു നന്നായിട്ട് ചെയ്തു. വിഷ്ണു, എനിക്ക് ആദ്യം തോന്നിയതൊരു ലൈവ് ഷോ അല്ലെങ്കിൽ ഒരു സ്റ്റേജ് ഷോ കാണുന്ന പോലെയാണ് തോന്നിയത്. അത് കഴിഞ്ഞിട്ട് വിഷ്ണു കയറി വന്നപ്പോൾ പിന്നെ അവിടെ നിന്ന് നല്ല ലൈഫ് തുടങ്ങി. കാരണം ആദ്യം തുടങ്ങി അവസാനം വരെ കൗണ്ടറുകളായിരുന്നു. നല്ല വെറൈറ്റി കുടിയനായിരുന്നു കേട്ടോ. ഗംഭീര കുടിയനായിരുന്നു. കാരണം നമുക്കൊരു അലസത തോന്നാതെ, ഒരു ആവർത്തന വിരസത തോന്നാതെ ഒരു ഗംഭീര കുടിയൻ എങ്ങനെ നമ്മളെ ചിരിപ്പിക്കാം, അത് കംപ്ലീറ്റ് രാജ്മോഹൻ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. എനിക്ക് അവസാനം ഈ തല്ലിപ്പൊളിയിൽ വന്നിട്ട് ഈ അഭിലാഷ് വൈഫിൻ്റെ അടുത്ത് വന്നൊരു പറച്ചിലുണ്ട്, ദയവ് ചെയ്ത് നീ അവനെ അടിക്കല്ലേ, ഞാൻ മരിച്ചു പോകും. കിട്ടില്ല കൗണ്ടറാണ് അത്, കിട്ടില്ല. കാരണം അടിച്ചിട്ട് വേറൊരാൾക്ക് അടിയുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ബൈക്ക് കൗണ്ടർ കിള്ളിക്കട്ടനായിരുന്നു. ഈ സ്കിറ്റിനെ കുറിച്ച് നമുക്ക് ഒരുപാട് പറയാനുണ്ട്. കാരണം ഒരുപാട് പറഞ്ഞാൽ എപ്പിസോഡ് മൊത്തം നമ്മളത് പറച്ചിൽ മാത്രമേ പോകും. എനിക്ക് ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു ജനങ്ങൾ ഇത് 2 കൈകളും നീട്ടി സ്വീകരിക്കും. അത്രക്ക് പൂക്കുറ്റി സാധനമായിരുന്നു കേട്ടോ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. അസിസിക്ക, ശങ്കളെ, ഈ സ്കിറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയോ? നിങ്ങളുടെ 3 പേരുടെ പ്രകടനം. കാരണം ഇപ്പോൾ അറിയാലോ, ഞാനൊക്കെ ഒരുപാട് നമ്മളിവിടെ ഇരിക്കുന്ന 3 പേരായിരുന്നാലും ഒരുപാട് സ്കിറ്റുകൾ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ നമ്മുടെ സ്കിറ്റിൻ്റെയൊക്കെ തലം മാറിപ്പോയാണ്. കാരണം ഇപ്പം നിങ്ങളുടെ സ്കിറ്റുകൾ, ഇപ്പം ഞങ്ങൾ കഴിഞ്ഞൊരു സ്കിറ്റ് കണ്ടിട്ട് ഞങ്ങൾ 3 പേരും ഇങ്ങനെ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം ഇപ്പം നമുക്കിങ്ങനെ ഒരു സ്കിറ്റ് തരുകയോ നമ്മൾ ചെയ്യാൻ പറയുകയോ നമ്മളെ കൊണ്ട് ഒരിക്കലും പറ്റില്ല. കാരണം നമ്മളെ മുട്ടുകാലുകളെന്ന് പറയും. പക്ഷെ നിങ്ങൾ ഗംഭീരമായിട്ട്, കാരണം വെച്ചാൽ രാജ്മോഹൻ ഇത് എന്താടാ ഇത് ചക്കര, ഐ ലവ് യു, ഒരു രക്ഷയില്ലെന്ന്. കാരണം തൃശ്ശൂർ പൂരമൊക്കെ കത്തിച്ചങ്ങ് വിടുമ്പോൾ ഇത് എന്ത് പോക്കാണ് നീ പോയത്. പിന്നെ കെയർ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഗംഭീര. വിഷ്ണു വീട്ടിൽ ആരും ഒരാൾ കയറി വരുന്നു, അയാളെ വഴക്ക് പറയാനും പറ്റില്ല. പക്ഷേ എൻ്റെ ഭർത്താവ് ജോലി കഴിഞ്ഞ് തിരിച്ചു വരും, അതിനിടയ്ക്ക് ഇയാളെ പറഞ്ഞു വിടണം, ഇയാൾക്ക് വീട് മാറിയെന്ന് മനസ്സിലായി, അയാൾ ഭാഗത്ത് തെറ്റില്ല, കുടിച്ചിട്ടുണ്ട്. ഇതെല്ലാം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് വിഷ്ണു ചെയ്തൊരു ക്യാരക്ടറുണ്ട്, ഗംഭീര. പക്ഷെ അതെല്ലാം മാറ്റി മറിച്ചുകൊണ്ട് ലാസ്റ്റ് കൈവിട്ടുകൊണ്ടൊരു അടിയുണ്ട്. എന്തായാലും ഇവിടെ കണം പോയേ പറ്റൂ, അതുകൊണ്ട് ഒരു അടി, അതുകൊണ്ടാണ് അടിച്ചത്. ആ അടി അടിക്കാൻ ഞങ്ങൾ ഇവിടെ നിന്ന് ആഗ്രഹിച്ചു. സത്യം പറഞ്ഞു, ഒരെണ്ണം വിഷ്ണു കൊടുത്തിരുന്നുവെങ്കിൽ ഇതിന് ക്ലൈമാക്സ് ആയെന്ന് ഞങ്ങൾ വിചാരിച്ചു, സത്യം പറഞ്ഞ. പിന്നെ അഭിലാഷേ ഗംഭീരം കേട്ടോ, ഒരു രക്ഷയില്ല. കാരണം എന്ന് പറഞ്ഞാൽ രാജ്മോഹൻ ഒരു വിളിക്കുമ്പോൾ നീ ഭാര്യയുടെ പുറകിലാണ് പോയി നിൽക്കുന്നത്. അപ്പം നമുക്ക് മനസ്സിലായി നീ എന്താണ്, നീ ജോലിക്ക് പോകുമ്പോൾ തന്നെ നിന്റെ സ്വഭാവം നീ അവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഗംഭീര പ്രകടനം, ഗംഭീര സ്കിറ്റ്, ഒന്നും പറയാനില്ല, അടിപൊളി. 3 പേര് തകർത്ത് വാരി. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഇക്ക. അജേട്ടാ, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് വൻപൊളി കുടിയൻ സ്കിറ്റായത്. കാരണം കുറേ നമ്മൾ കുടിയന്മാരുടെ സ്കിറ്റുകൾ കണ്ടിട്ടുണ്ട്. ഇത് ഒരു ഇച്ചിരി വ്യത്യാസമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്മോഹൻ്റെ ഒരു കഥാപാത്രം വന്ന് നിന്നിട്ട് തുടക്കം മുതൽ അവസാനം വരെ ആ ഒരു പവർ കീപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അതിഗംഭീരായിരുന്നു. മാറിയിട്ടില്ല. ഇപ്പോഴും മാറിയില്ല. ഷർട്ട് കണ്ടില്ലേ? ഈ അയാൾ വന്നിട്ട് തുടക്കത്തിൽ തന്നെ ഇത്രയും, അപ്പം ഞാൻ ആദ്യം ഒന്ന് ഞെട്ടി. കാരണം രാജ്മോഹൻ തുടക്കത്തിൽ ഇത്രയും ലൗഡായിട്ട് ഡയലോഗ് ഡെലിവറി ചെയ്യുകയാണെങ്കിൽ ഇത് ക്ലൈമാക്സ് ആകുമ്പോൾ എന്തായിരിക്കും? ഇയാളുടെ ശബ്ദം നിന്നു പോകുമെന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു. ഇതിനകത്ത് ആകെപ്പാടെ കുറച്ചൊന്നും എവിടെയോ ഒരു ചെറിയൊരു ഡ്രോപ്പ് വന്നത്, ചെറിയ സ്ഥലം രാജ്മോഹൻ അകത്തേക്ക് പോയിട്ട് നിങ്ങൾ 2 പേരും തമ്മിലുള്ള സംഭാഷണമുണ്ട്. അവിടെ മാത്രം കുറച്ച് നമ്മൾ നിങ്ങളിങ്ങനെ നോക്കിയിരുന്നു. പക്ഷെ അത് ആവശ്യമാണ്. കാരണം പുള്ളി അവിടെ എന്താ ചെയ്യുന്നതെന്നുള്ളൊരു ടെൻഷൻ വർക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്തതാണ്. പക്ഷെ അത് കഴിഞ്ഞ് ഇങ്ങേരും കൂടെ വന്നു കഴിഞ്ഞപ്പം ഈ സ്കിറ്റ് ഒരു കയറ്റം അങ്ങോട്ട് കയറിയിട്ട് വേറെ ലെവലിലേക്ക് പോയി. എനിക്ക് തോന്നുന്നത് ഇനി ഒറ്റപ്പഗ് മണിയൻ 1-ാം ഭാഗം, 2-ാം ഭാഗം, 3-ാം ഭാഗത്തിനൊക്കെ പ്രേക്ഷകർ കാത്തിരിക്കും. കാരണം ഇയാളിങ്ങനെ വീട് മാറി പോകുന്നതാണെങ്കിൽ ഇയാൾക്ക് എവിടെ വെള്ളം കയറി ചെല്ലാം. വീടുണ്ട്, എന്തെല്ലാം സ്ഥലങ്ങളുണ്ട്, എന്തെല്ലാം സാധ്യതകളുണ്ട്. വേറൊരു കാര്യം എടുത്തു പറയേണ്ടത് അഭിലാഷിന്റെ ഒരു പെർഫോമൻസിന്റെ മാറ്റമാണ്. ആദ്യകാലത്ത് അഭിലാഷ് ചെയ്യുമ്പോഴൊക്കെ അഭിലാഷ് പേടിയായിരുന്നു വലിയ വലിയ കഥാപാത്രങ്ങൾ എടുക്കാൻ. പക്ഷെ ആ അഭിലാഷ് ഇപ്പം ഇവിടെ വന്ന് നിന്നിട്ട് സെൻട്രൽ ക്യാരക്ടർ പോലെ, അതായത് രാജ്മോഹനൊപ്പം കട്ടയ്ക്ക് തന്നെ ആ കഥാപാത്രമായിട്ട് തന്നെ നിൽക്കുക, മാറിയിട്ടില്ല. അതുപോലെ വിഷ്ണുവിൻ്റെ ക്യാരക്ടറും. കാരണം വിഷ്ണു വന്നിട്ട് ഞങ്ങൾ വിചാരിച്ച ശരിക്കും ഭാര്യയാന്നാ, പക്ഷെ അവിടെ ഒരു ട്വിസ്റ്റിലാണ് നിങ്ങൾ തുടങ്ങിയത്. അത് ഉഗ്രനായിരുന്നത്. 3 പേര് ബെസ്റ്റ് ഓഫ് ലക്ക്, അടിപൊളിയാണ്. അജേട്ടാ, എങ്കിൽ നമുക്ക് മാർക്ക് അങ്ങോട്ട് പറഞ്ഞു തുടങ്ങാം. ചേട്ടൻ തന്നെ ആദ്യം പറഞ്ഞു. ഞാനൊരു 19. 19,000. ബിജുകുട്ടൻ ചേട്ടാ? ഞാനൊരു 20,000. 20,000. അപ്പൊ 39,000 രൂപയായിട്ടുണ്ട് ടോട്ടൽ. അസീസിക്ക, എത്രയാണ് ഫൈനൽ? ഓക്കെ. മനസ്സിൽ
1000 രൂപ നേടിക്കൊണ്ട് സിൽവർ പഞ്ചടിച്ചിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ഒറ്റപ്പെക്ക് മണിയൻ. ഇത് ഒറ്റപ്പെക്ക് മണിയന്റെ വിജയം. അതെ ഇത് ഒറ്റപ്പെക്ക് മണിയനല്ല, ഒരു ലിറ്റർ മണിയനാണ്. അതെ, സിൽവർ പഞ്ച് മണിയൻ. മണിയൻ ചേട്ടൻ രാജമോഹൻ ചേട്ടാ. അല്ല അങ്ങനെ തന്നെ പറഞ്ഞു, നീ ഞങ്ങളുടെ മണിയനാണ്. അല്ല, മണിയനായി. ഞങ്ങളുടെ ഒരു ടീമിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ലോക്കൽ സാധനം ഞങ്ങളുടെ സ്കിറ്റുകൾ എടുത്ത് നോക്കി ഇങ്ങനെയുള്ള കണ്ടന്റ് ഞങ്ങളുടെ കയ്യിൽ ഭദ്രമാണ്, ഞങ്ങൾക്ക് സേഫാണ്. വേറൊരു ടൈപ്പ് സാധനം ഞങ്ങൾ കളിച്ച് പരാജയപ്പെട്ടിട്ടുണ്ട് ഈ ഫ്ലോറിൽ. പക്ഷെ ഇതുപോലുള്ള സാധനം കയ്യിൽ വന്നു കഴിഞ്ഞാൽ എന്തോ ഭയങ്കര എനർജിയാണ് കളിക്കാൻ. ഞങ്ങൾക്ക് 3 പേർക്കും അത് ഓക്കെയാണ്. പിന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ചേട്ടാ, ഐറ്റം വേറയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് വരാൻ ഒരുപാട് ആഗ്രഹമുള്ളൊരു വേദിയായിരുന്നു. ഞാൻ വീട്ടിൽ ടി വിയിലിരുന്നാണ് ഇത് കൂടുതൽ കണ്ടിട്ടുള്ളത്. ഞാൻ ഇതിനകത്ത് വന്ന് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രൈസ് ഞങ്ങൾക്ക് അടിക്കാനും പറ്റുന്നുണ്ട്. 1,70,000 രൂപ ഞങ്ങൾക്ക് അടിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു സ്വപ്ന വേദിയായിരുന്നു, അവിടെ ഇവിടെ വരാൻ പറ്റി. ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു 7ാം ക്ലാസ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു അസുഖം വന്നിട്ട്, വലിയ അസുഖമല്ല, ആർട്ടിക്കേരിയ എന്ന് പറഞ്ഞിട്ട് ബ്ലഡിൽ അലർജിയുടെ അണുക്കളായി പോയതാണ്. അപ്പോൾ ഒരു 10 വർഷത്തോളം ഞാനൊരു തോർത്ത് മാത്രം എടുത്ത് വാഴയിലക്കകത്ത് മാത്രം ഇരുന്നിട്ടുണ്ട്. അതിൽ നിന്ന് റിക്കവറായി വന്നപ്പോൾ എനിക്ക് ഒരു പണിക്കും പോകാൻ പറ്റിയില്ല. കാരണം ഇതിന്റെ വാങ്ങലുണ്ടാവും. അതായത് നമ്മുടെ ഈ ചൊറിയമ്പുഴു ലാട്ടാമ്പുഴു അത് ദേഹത്ത് കടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തടിച്ചു വരും. എൻ്റെ പല്ലേലും നഖത്തേലും ഒഴിച്ച് ബാക്കി കംപ്ലീറ്റ് എൻ്റെ ശരീരഭാഗത്ത് മുഴുവൻ ഇതിങ്ങനെ വന്നിട്ട് ചുണ്ടൊക്കെ ഇവിടെ കിടക്കുമായിരുന്നു. എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ വീങ്ങി കിടക്കും. കണ്ണിനകത്ത്, കാലിൻ്റെ വെള്ളയിൽ, കൈയുടെ വെള്ളയിൽ. ചില ആഹാരം കഴിക്കുമ്പോൾ ഇതങ്ങ് കേട്ടിട്ട് ഞാൻ നീര് വെച്ച് ഇങ്ങനെ വീങ്ങും. ഇംഗ്ലീഷ് മെഡിസിനിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ ചെയ്യുമ്പോഴത്തേക്ക് ഇത് അകത്തോട്ട് വലിഞ്ഞു കഴിയുമ്പോൾ എനിക്ക് വിമ്മിഷ്ടമാവും. അങ്ങനെ ഞാൻ ഹോമിയോ മരുന്ന് പിന്നീട് കഴിച്ചാണ് എനിക്ക് അസുഖം മാറിയത്. അപ്പോൾ ആ ഡോക്ടറെയൊക്കെ ഞാനിപ്പോൾ ഓർത്ത് പോവുക. അതുപോലെ പിന്നെ എന്താ പറയുക, കുറേ കാലം സിനിമയുടെ പുറകെ പോയി. നല്ലതും ചീത്തയുമായിട്ടുള്ള കുറേ അനുഭവങ്ങളുണ്ടായി. പല പണിക്കും പോയിട്ടുണ്ട്. പക്ഷേ ഒന്നിലും അങ്ങ് ഈ കല ഉള്ളി കിടക്കുന്ന കാരണം ഏത് പണിക്ക് പോയാലും ഞാൻ അവിടെ സേഫല്ല. അപ്പം നാട്ടിൽ എന്നെ പറ്റി മടിയനായി ഇവനാളൊരു മടിയനാണ്. പക്ഷേ നമുക്കറിയാം എൻ്റെ പ്രശ്നം എനിക്കറിയാം. ഞാൻ ഈ രാജേഷേട്ടനെ ഇടയ്ക്ക് വിളിക്കും, രാജേഷേട്ടാ ഒരവസരം, എടാ ഞാൻ പറയാം റജിയെ വിളിക്കും, അളിയ എങ്ങനെയെങ്കിലും ഒരു സംഭവം. അപ്പോൾ അർജുൻ സാറിനോട് സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം എൻ്റെ രാജേഷേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, എടാ വലഞ്ചുഴി മനോൻ്റെ ടീമിൽ ഒരു ചാൻസ് വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കാം. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ, മനോട്ടനെ അറിയാമല്ലോ, മിക്കപ്പോഴും പഞ്ചടിക്കുന്ന ടീം. അപ്പം ഞാൻ വല്ലാത്തൊരവസ്ഥയിൽ കൂടെയാണ് എൻ്റെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്ത്. അങ്ങനെ ഞാനിവിടെ വന്നു, മനോട്ടൻ്റെ കൂടെ 2 സ്കിറ്റ് കളിച്ച് അത് നന്നായിട്ട് പോയി. ഞാൻ ആലോചിക്കണം, ഒരാടെ വാക്ക് ഒരാടെ ജീവിതത്തിൽ എങ്ങനെ മാറുന്നു. ഇപ്പം രാജേഷ് ഏട്ടൻ അർജുൻ സാറിനോട് പറഞ്ഞു, അർജുൻ സാർ യെസ് പറയുമ്പോൾ എൻ്റെ ലൈഫ് മാറുമായിരുന്നു. മനസ്സിലായി. ഞാൻ ഒരു ദിവസം നോക്കുമ്പോഴത്തേക്ക് ഞാൻ, അഭിലാഷ് ഏട്ടനെ, വിഷ്ണു, ഇതാണ് ഞങ്ങളുടെ ടീം. അങ്ങനെ ഞങ്ങളെ ഒന്നിച്ചിട്ട് ആദ്യത്തെ സ്കിറ്റ് തന്നെ 1 ലക്ഷമായിരുന്നു അടിച്ചത്. പിന്നെ ദൈവം സഹായിച്ച് ഞങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. എനിക്ക് ഇവിടെ വന്നിട്ട് എന്തൊക്കെ മാറ്റമാണ് വന്നതെന്ന് എനിക്ക് അതിന് അർജുൻ സാറിനോടൊക്കെ നന്ദി എന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് എങ്ങനെ പ്രകടിപ്പിക്കണമെന്നും എനിക്കറിയില്ല. അപ്പോൾ പിന്നെ ഈ അർജുൻ സാറിനൊക്കെ നമ്മളെ ഈ രാജിമോനെ ഈ ഐറ്റം വരെ നിർത്താമെന്ന് തീരുമാനിക്കുന്ന ആ നിമിഷം മുതൽ എൻ്റെ ലൈഫ് മാറുകയായിരുന്നു. ഇപ്പോൾ എൻ്റെ അമ്മയുടെ മുഖത്തുള്ള ചിരി, അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങളുടെ മുഖത്തുള്ള ചിരി, എൻ്റെ നാട്ടുകാരുടെ മുഖത്തുള്ള ചിരി, അപ്പോൾ അതൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര അഭിമാനമാണ്. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. എന്നെ എവിടെ ചെന്നാലും ആൾക്കാർ തിരിച്ചറിയും. അതുപോലെ എനിക്ക് ഇവിടെ വന്നിട്ട് 2 ക്യാരക്ടർ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഷബോൻ ഷാ, അതുപോലെ ഡിസ്കിയന്ദ്രൻ. ഒരുപാട് ചെയ്തു. അതെല്ലാം ഗോൾഡൻ പഞ്ചായിരുന്നു. അല്ല, ഞാൻ ചില സമയത്തൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഇത് ഒരു പാഴ് ജന്മമാണല്ലോ എനിക്ക് എങ്ങും എത്താൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഞാൻ ആലോചിച്ച് പോയിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. അതെ, അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് കിട്ടുന്ന ഈ പൈസ കൊണ്ടാണ് ഇപ്പോൾ എൻ്റെ ലൈഫ് വളരെ സന്തോഷമായിട്ട് പോകുന്നു. ഞാൻ എന്താ പറയുക, അമ്മ ഇപ്പോൾ ഈയിടെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ എറണാകുളത്ത് കൊണ്ടുവന്ന് ലുലുവിലൊക്കെ ഒന്ന് കയറ്റി. എനിക്ക് കിട്ടുന്ന ഭയങ്കര സന്തോഷമാണ് അമ്മയുടെ മുഖത്തുള്ള ചിരി. ഇനി നമുക്കൊരു സന്തോഷം കൂടി ഉണ്ട്. ഇനി എന്തോ 2 സന്തോഷം, വീട് വെക്കണം, കല്യാണം കഴിക്കണം, അല്ലേ? ചോദിക്കാൻ വരുന്നു, രാജ്മോഹൻ ചേട്ടൻ വിവാഹിതനല്ല? അല്ലല്ല, പറ്റിയ ആളെ നോക്കി ഇപ്പോഴും ഒറ്റപ്പക്കാണ്. അപ്പോൾ എല്ലാം ഇവിടുന്നാണ് എനിക്കുണ്ടായ എല്ലാ സൗഭാഗ്യവും. എനിക്ക് ഇതിനു മുമ്പ് ഒരു വേദിയിലും അവസരം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവിടെ വന്നു നമുക്ക് എന്തോ ഈശ്വരാനുഗ്രഹം കൊണ്ട് ഇത്രയും നല്ല സ്കിറ്റുകളൊക്കെ ചെയ്യാൻ പറ്റുന്നു. ഇനിയും ഞങ്ങൾ നല്ല സ്കിറ്റ് ചെയ്യാനും ഞങ്ങൾക്ക് പറ്റുന്ന കണ്ടന്റ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം. ഒരുപാട് സന്തോഷം ചേട്ടാ. അഭിലാഷ് ചേട്ടാ പറയൂ. പറഞ്ഞ കേട്ടല്ലോ, സന്തോഷം ആണ്. കാരണം എന്നെ സംബന്ധിച്ച് പറയുന്നത്, ഞാൻ സ്കിറ്റുകളൊന്നും അധികം കളിച്ചിട്ടില്ലായിരുന്നു. നിങ്ങൾ പക്രുജിയൊക്കെ ഇപ്പോൾ പറഞ്ഞ പോലെ എന്നിലുണ്ടായ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇവർ രണ്ടുപേരും കൂടെ അപ്പുറം ഇപ്പുറം നിന്ന് പറഞ്ഞു തരുമ്പം അതൊരു ഭയങ്കര സന്തോഷമായി. പറഞ്ഞ പോലെ ബിജു ചേട്ടനും ഈ പക്രുവിനെ പക്രുജി എന്ന് വിളിച്ചെന്നാണ്. എടാ അവർക്കറിയാടാ ആരാ. പിന്നെ ഞാൻ കുറച്ചു കാലം ഹിന്ദിയായിരുന്നു, ഡൽഹിയിലായിരുന്നു. ഇന്നത്തെ പ്രേക്ഷകർ ഭയങ്കര പവറാണ്. അതെ, സന്തോഷം. നിങ്ങൾക്ക് സിൽവർ ഗോൾഡ് ഇതൊക്കെ അടിക്കാൻ വേണ്ടി അവർ ആഗ്രഹിക്കുക. സത്യം പറഞ്ഞത്. ഇനി വിഷ്ണു, ഒരുപാട് സന്തോഷമുണ്ട്. ഈ
കുറച്ച് നാളുകൾക്ക് ശേഷം അത് നമുക്കൊരു ഒരു ഫ്ലക്സും കൂടി വെക്കാമോ നാട്ടിൽ? ഒരു ഫ്ലക്സും കൂടി വെക്കാമോ? അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ ഭയങ്കര സപ്പോർട്ടുള്ള ആണോ? നാട് എവിടെ? പെണ്ണുകര. നമ്മുടെ സ്കിറ്റ് ആദ്യം പറഞ്ഞിട്ടുണ്ട് പെണ്ണുകര. പെണ്ണുകര. അതെവിടെയത് സ്ഥലം? അത് ചെങ്ങന്നൂര്. ചെങ്ങന്നൂർ. പെണ്ണുകര. SSLC-ക്ക് നമ്മൾ വിജയിക്കൂലേ? അതുപോലെ ഐറ്റം വേറെ ഒരു ഉന്നത വിജയം നേടിയെന്ന് ഫ്ലക്സ് വെക്കണം. ഐറ്റം വേറെയിൽ സിൽവർ പഞ്ചടിച്ച ആശംസകൾ. അവിടെ ഓട്ടോ തൊഴിലാളികളും പിന്നെ അവരെ കൂട്ടുകാരൊക്കെ ഭയങ്കര എപ്പോഴും വെക്കുമല്ലേ? ഒരു കാര്യം പറയട്ടെ, നമുക്ക് നാഷണൽ അവാർഡ് കിട്ടുന്നതിനേക്കാളും വലുതാണ് സ്വന്തം നാട്ടുകാരെ നമ്മൾ അംഗീകരിക്കുക. അതൊരു ഭാഗ്യമാണ് കേട്ടോ, സത്യം. വിഷ്ണു അടിപൊളി. പൊളി. അപ്പൊ മൊത്തത്തിൽ സന്തോഷ വൈബോട് കൂടിയിട്ട് നിങ്ങളെ ഞാൻ പറഞ്ഞു വിടട്ടെ. അപ്പൊ അടുത്ത തവണ ഇനിയും വരില്ലേ ഒറ്റപ്പെക്ക് മണിയൻ? വരാൻ ശ്രമിക്കും. താങ്ക് യു. അപ്പൊ ഒരിക്കൽ കൂടി കൺഗ്രാചുലേഷൻ. നമുക്കപ്പോ വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു സോ മച്ച്. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വരുടെ വേദിയിലെ അടുത്ത സ്കിറ്റുമായിട്ട് നമ്മുടെ രജു ചേട്ടന്റെ ടീം അവിടെ കാത്തു കണ്ട് നമുക്ക് വിളിക്കാം അവരുടെ വേദിയിലേക്ക്. അപ്പൊ നല്ലൊരു കൈഡി തരട്ടെ. ലെറ്റ്സ് വെൽക്കം രജു ചേട്ടൻ, ഷൈജു പുന്നപ്ര ആൻഡ് മാളു ഗുരുവായൂർ. തങ്കക്കിന പൊങ്കൽ തകിത്താളം പിടിക്കുമ്പോൾ അഴകെന്നെ വിളിക്കുന്നു, നിറമേഴും പൊലിക്കുന്നു. ഹലോ ഹലോ ഹലോ, പറഞ്ഞോളൂ. ഈ മെഴുക് പ്രതിമ ഉണ്ടാക്കുന്ന മെഴുക് ചന്ദ്രനാണോ? എന്റെ ദൈവമേ, ഞാൻ ഈ മെഴുക് ചന്ദ്രൻ എന്നുള്ള പേരൊക്കെ പണ്ടേ കളഞ്ഞതാ. ഇപ്പൊ ഞാൻ എനിക്ക് വേണ്ടി തന്നെ ഞാനൊരു പേര് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെന്തുവാ? ആർട്ടിസ്റ്റ് ഗീറാമുട്ടി. അയ്യോ, അതെന്നാ? അത് ഫ്രഞ്ചിലെ ഒരു ശില്പിയുടെ പേരാ. ആണോ? അതൊക്കെ താനെന്തിനാ വിളിച്ചേ? അയ്യോ, ഞാൻ വിളിച്ചതേ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് മരിച്ചുപോയ എന്റെ അച്ഛന്റെ ഒരു പ്രതിമ ഞങ്ങളുടെ ജംഗ്ഷനിൽ വെക്കണം. വെച്ചോളൂ. എന്നിട്ട് MLA നാട്ടുകാരെയും വിളിച്ചിട്ട് അതൊന്ന് അനാശാസ്യം നടത്തണം. എന്ത് ചെയ്യണം? അനാശാസ്യം. അനാശാസ്യോ? അച്ഛന്റെ പ്രതിമയിലോ? എല്ലാരും അത് ചെയ്യുന്നതല്ലേ? എന്റെ പോലെ നിങ്ങൾ അനുച്ഛേദനമാണോന്ന് ചിന്തിച്ചു? അത് തന്നെ. അപ്പോഴേ അതിന് എത്ര റേറ്റ് വരും? അത് ഫുള്ള് വേണോ ഹാഫ് വേണോ? ക്വാർട്ടർ മതി. ക്വാർട്ടർ മതി എന്നാ ഇത് നിങ്ങൾ എന്താ പറയണത്? ക്വാർട്ടർ അടിച്ചല്ലേ അച്ഛൻ മരിച്ചത്? മിസ്റ്റർ, നിങ്ങളുടെ അച്ഛന്റെ മദ്യത്തിന്റെ കണക്ക് ചോദിക്കാനല്ല ഞാൻ പറഞ്ഞത്. പിന്നെ നിങ്ങളുടെ അച്ഛന്റെ പ്രതിമയ്ക്ക് എന്തളവ് വേണം, എത്ര അടി വേണം എന്നാ ചോദിച്ചത്. അടികൊണ്ട് ശീലമായതല്ലേ, അപ്പൊ തല മാത്രം മതി. തല മാത്രം മതി. ഒരു തൊപ്പി കൂടെ വെച്ചേക്കണേ. തൊപ്പി വെക്കുന്ന ആളാണല്ലേ? തൊപ്പി വെച്ച് ശീലമൊന്നും ഇല്ല. ഈ കാക്ക കാഷ്ടിക്കുമ്പോ അച്ഛന്റെ കൃഷ്ണമണി വീഴുന്ന അച്ഛന് ഇഷ്ടമല്ല, അതുകൊണ്ടാ. അങ്ങനെയാണ് നമുക്ക് ആ കൃഷ്ണമണി അങ്ങ് എടുത്ത് മാറ്റിയാലോ? മാറ്റിക്കോ. വെച്ചിട്ട് ഓടോ അവിടുന്ന്. മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി ഒരു പ്രയോജനമില്ലാത്ത ആൾക്കാരെ ഇങ്ങനെ വിളിച്ചോളൂ. നമുക്ക് വിളിക്കുമ്പോൾ എന്തെങ്കിലും പ്രയോജനമുള്ള ആൾക്കാരെ വേണം വിളിക്കാൻ. നിഷ മേഡത്തിനെ ഒന്ന് വിളിച്ചേക്കാം. ഹലോ ഹലോ, നിഷ മേഡം. ഓ പറയുക. നിഷ മേഡത്തിന്റെ ഭർത്താവിന്റെ പ്രതിമ റെഡിയാണ്. ആണോ? പിന്നെ എങ്ങനെയുണ്ട് കാണാൻ? എങ്ങനെ ഉണ്ടെന്നോ? ഇപ്പൊ ഒറിജിനലിനെ കാട്ടിൽ ഇച്ചിരി സൗന്ദര്യം കൂടിയോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട്. അയ്യോ, എനിക്ക് കാണാൻ കൊത്തിയായി. പിന്നെ മേഡം, ഈ പ്രതിമയ്ക്ക് ഇച്ചിരി ഗ്ലാമർ കൂടിയെന്നും പറഞ്ഞ് രണ്ടാമതൊന്നും കല്യാണം കഴിച്ചേക്കല്ലേ ഈ പ്രതിമേനെ? അതെ, ഞാൻ ഉച്ചയ്ക്ക് വന്നോളാം. ഓക്കെ. അപ്പൊ ഞാൻ കണക്കും കാര്യങ്ങളൊക്കെ വിളിച്ച് എഴുതി വെച്ചേക്കാം. ശരി. ഓക്കെ മേഡം. ഓക്കെ. എന്തായാലും നിഷ മേഡത്തിന്റെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ ഞാൻ മേടിച്ചു. ബാക്കി 50,000 രൂപ തന്നു. ഹലോ, ഈ മെഴുകു പ്രതിമയൊക്കെ ഉണ്ടാക്കുന്ന ആളുടെ ആ സ്ഥലമാണോ? ഹലോ, എക്സ്ക്യൂസ് മീ. അയ്യോ ഫ്രെഡി, ഇത് മനുഷ്യനല്ല, മെഴുകു പ്രതിമയാ. എന്ത് രസമായിട്ട് ഉണ്ടാക്കിയത്. എന്താ ഒറിജിനാലിറ്റി അല്ലേ? പിന്നെ അയ്യോ ഫ്രെഡി നോക്കി, എന്ത് രസം ഈ പ്രതിമ കാണാൻ. എന്ത് രസമായിട്ട് ഇത് ഉണ്ടാക്കിക്കണ. നല്ല മൊട്ട. അയ്യോ എന്റെ ദൈവമേ, ഇതാണ് പറയണത് ദൈവം കനിഞ്ഞങ്ങ് അനുഗ്രഹിക്കാന്ന് പറയണത്. അയ്യോ, എന്റെ ഫ്രെഡിനെ പോലത്തെ തന്നെ പ്രതിമ. ഈശ്വര ഫ്രെഡി. പ്രതിമയല്ല, ഞാൻ തന്നെയാ. ഇതിനിടയിൽ എന്തിനാ കേറിക്കണ്? അവിടെ മാറിക്കത്. അയ്യേ, ഇതെന്തോ ഒരുമാതിരി മെനകെട്ട പ്രതിമ. ഇത് വേണ്ടാന്ന് വെച്ചുണ്ടാക്കിയതാണ്. സമയം കിട്ടി കാണത്തില്ല കേട്ടാ. ഉണ്ടാക്കിയത് കൊള്ളത്തില്ല. ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അയ്യോ, സോറി. എന്താണെന്നറിയോ, ഈ മനുഷ്യനും പ്രതിമയൊക്കെ എല്ലാം ഒരേപോലെ ഇരിക്കുന്നു. അതുകൊണ്ട് പറഞ്ഞു പോയതാ കേട്ടാ. എല്ലാം ഞാൻ ഉണ്ടാക്കിയതാണ്. ബൈ ദ വൈ, ഐ ആം ഫ്രെഡി. ഓക്കെ, ഐ ആം ആർട്ടിസ്റ്റ് ഗീറാമുട്ടി.
ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ പോയിട്ട് വരൂ. എവിടെ? ആർട്ടിസ്റ്റിന് എന്തോ മുട്ടിന്ന്. അയ്യോ അവനല്ല, എന്റെ പേര് പറഞ്ഞാണ് മിസ്റ്റർ ഗീറാമുട്ടി. ഓക്കെ, പിന്നെ ഞാൻ വന്നിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാണ്. ഒന്ന് ക്ഷമിക്കണം, എന്നോട് സഹകരിക്കണം. പറഞ്ഞോ. ഈ പ്രതിമകൾ എനിക്ക് ഇപ്പൊ ഓർഡർ വന്നതാ, അവരെ ഒന്ന് അങ്ങോട്ട് നീക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യോ സാർ? മാറ്റി തരാം. രണ്ടുപേരും ഒന്ന് മാറ്റിയാക്കാം. ഹെൽപ്പ് സാർ ഇത് പിടിച്ചോ, ഞാനത് പിടിക്കാം. ആശുപത്രി നിന്ന് എന്റെ അപ്പോ, എന്റെ ദൈവമേ, വെളിയിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്, വണ്ടി കയറ്റി കൊണ്ട് കൊടുക്ക. പൈസ ഒക്കെ കൃത്യമായിട്ട് മേടിച്ചേക്കണം. എന്റെ അമ്മോ. ആക്ച്വലി ഇന്ന് വൈകുന്നേരം ഞാൻ ജർമ്മനിക്ക് അങ്ങോട്ട് പറക്കും. അങ്ങനെ ഞാൻ പോകുമ്പോ എന്റെ ഫ്രെഡിക്ക് എന്നെ മിസ് ചെയ്യരുത്. അതിനു വേണ്ടിട്ട് എന്റെ പ്രതിമ ഉണ്ടാക്കാൻ ഫ്രെഡി തീരുമാനിച്ചിരിക്കുക. അല്ലേ ഫ്രെഡി? കരയില്ലേ നോട്ടി ബേബി. ലവ് യു ബ്രോ, ലവ് യു. ഇതെന്റെ സരസ്വതി വിളയാടുന്ന എന്റെ പണിസ്ഥലമാണ്. ഇവിടെ മിസ്സിങ്ങിന്റെ പേര് നിങ്ങളുടെ മിസ്യൂസ് ചെയ്യരുത്, മനസ്സിലായോ? ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ വൈഫിന്റെ, എന്റെ ഭാര്യയുടെ പ്രതിമ ജീവൻ തുടിക്കുന്നതായിരിക്കണം. അത് നിങ്ങൾക്ക് എന്നെ കുറിച്ച് അറിയാത്തത് കൊണ്ടാ. സാറിന്റെ മേഡത്തിന്റെ പ്രതിമ മേഡത്തെ പോലെ തന്നെ ഇരിക്കും, ജീവൻ തുടിക്കുന്നതായിരിക്കും. മേഡത്തിന്റെ അതേ കണ്ണുകള്, മേഡത്തിന്റെ അതേ മൂക്ക്, മേഡത്തിന്റെ അതേ ചുണ്ട്, മേഡത്തിന്റെ അതേ നാക്ക്, മേഡത്തിന്റെ ഒരു മിനിറ്റ്. നാക്ക് വേണ്ട. അതെന്താ? ഇവിടെ നാക്ക് എനിക്ക് പേടിയാ. എന്തിനു പേടിക്കുന്ന? ഒരു പ്രതിമയല്ലേ, ഇരുന്നോട്ടെ എന്നേ. പ്രതിമയിലാണേലും എന്നെ കാണുമ്പോ ഇവിടെ നാക്ക് അങ്ങ് ചൊരിക്കും. അല്ല, നല്ല പ്രതിമ വേണോന്ന് പറഞ്ഞതാ. ഞാൻ ആലോചിക്കായിരുന്നു, ഫ്രെഡിയുടെ കൂടെ ഒരു പ്രതിമ ഉണ്ടാക്കിച്ചാലോ? എന്ത് കാര്യത്തിന്? വീട്ടിൽ ഞാൻ പ്രതിമയില്ല, എന്തിനാ വെറുതെ പൈസ ചെലവാക്കുന്നത്? പക്ഷേ ഞാൻ ജർമ്മനിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതുപോലെ മറുപടി തരാത്ത ഫ്രെഡിനെ എനിക്ക് മിസ് ചെയ്യില്ലേ? അപ്പൊ നമുക്ക് ഫാമിലി ആയിട്ട് ഒരു പ്രതിമ ഉണ്ടാക്കിയാലോ? ഗുഡ് ഐഡിയ. എവിടെ പോയി? ഞങ്ങൾക്ക് ഫാമിലി ആയിട്ട് ഒരു പ്രതിമ ഉണ്ടാക്കി എന്ത് ചെലവ് വരും? ഫാമിലി ആയിട്ടെന്ന് പറയുമ്പോ കുട്ടികൾ എത്ര പേരുണ്ട്? 2 പേര്. 2 കുട്ടി. മൂത്ത കുട്ടി LPG. കുട്ടിയാണോ? അല്ല, LKG ഉദ്ദേശിച്ചത്. അപ്പം രണ്ടും കൂടെ വരുമ്പോ മെഴുക്, ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒരു 10 ലക്ഷം രൂപ വരും. 10 ലക്ഷം? 10 ലക്ഷം അല്ല, 10 ലക്ഷം രൂപ വരും. ഫ്രെഡി, വീട്ടില് പോലും നിൽക്കാതെ ഇതുപോലെ വില കുറയ്ക്കാൻ പറയും. 10 ലക്ഷം എന്തെങ്കിലും കോമ്പൻസേഷൻ തരൂ, എന്തെങ്കിലും കുറയ്ക്കൂ. ഈ കോമ്പൻസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് ഒരു കാര്യം ചെയ്യാം. സാറിന്റെ മേഡത്തിന്റെ ഞാൻ പൈസക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കാം. കുട്ടികളെ ഞാൻ ഫ്രീ ആയിട്ട് ഉണ്ടാക്കി തരാം. അത് വേണ്ട, മാത്രം പ്രതി മതി. അതിന് എന്ത് ചെലവ് വരും എന്ന് പറയും. അതിന് മാത്രം വരുമ്പോഴത്തേക്കും മേഡത്തിന്റെ അടി എത്ര ഉണ്ട്? എനിക്ക് കിട്ടുന്ന കണക്കാണോ? മേഡത്തിന്റെ സാറിന് കിട്ടുന്ന അടിയുടെ കാര്യമല്ല ഞാൻ ചോദിച്ചത്. മേഡത്തിന്റെ ഹൈറ്റ്, ഇവിടെ പൊക്കത്തിനനുസരിച്ചാണ് ഞാൻ പൈസ മേടിക്കണം. അപ്പൊ അഭിനവത്തിനൊക്കെ വന്നപ്പോ നല്ല പൈസ മേടിക്കുമല്ലോ നിങ്ങൾ. അമിതാഭ് ബച്ചന്റെ ഞാൻ പൈസ മേടിച്ചോളാം. മേഡത്തിന്റെ ഹൈറ്റ് എത്ര ഉണ്ട്? ഞാൻ 5.5 അടിയുണ്ട്. 5.5 അടി ഉണ്ടല്ലേ? 4 അടിയുടെ പൈസ ഞാൻ തരത്തുള്ളൂ. ബാക്കി 1.5 അടി ഇവിടെ ഹൈ ഹീലി ചെരുപ്പാ. സംശയം ഊരി നോക്കി. പൈസ കുറഞ്ഞാൽ നമുക്ക് അത്രയും നല്ലതല്ലേ? എത്ര രൂപയാവുമെന്ന് പറയൂ. അങ്ങനെയാണെങ്കിൽ സാറിനായതുകൊണ്ട് ഒരു 2 ലക്ഷം രൂപ. എന്നെ പരിചയമുണ്ടോ? ഇല്ല. പിന്നെ സാറിനായതുകൊണ്ട്? അല്ല, ഞാനിപ്പോ നമ്മള് ബിസിനസ് ഒക്കെ ആവുമ്പോ അങ്ങനെയല്ലേ. ഇപ്പൊ സാറാവുമ്പോ സാറിനായതുകൊണ്ട്, മേഡം ആണെങ്കിൽ മേഡത്തിനായതുകൊണ്ട്, ചേച്ചിയാണെ ചേച്ചിക്കായത്, അങ്ങനെയല്ല എന്റെ റൂൾസ് പോണത്. സാർ ആയതുകൊണ്ടാക്കണ്ട, കറക്റ്റ് കണക്ക് പറയൂ. എത്ര രൂപയാവും? 2 ലക്ഷം രൂപയോ? എന്തെങ്കിലും കുറയോ? കുറയും. പ്രതിമയുടെ 2 കണ്ണുകൾ കുറയും. വേണ്ട, 2 ലക്ഷം രൂപ ഫിക്സ്. അപ്പൊ എങ്ങനെയാണ് ഞാൻ വല്ല ഫോട്ടോ എടുത്ത് നേരത്തെ തരണോ അതോ ഇപ്പൊ എടുക്കുന്ന? എങ്ങനെ? എന്റെ സാറ് കണ്ടിരിക്കുന്ന പോലുള്ള ആളുകളല്ല ഞാൻ. സാറ് കണ്ടിരിക്കുന്ന ശില്പി അല്ല ഞാൻ. സാർ, ഞാൻ ശരിക്കും ഫോട്ടോ ഒന്നും വേണ്ട. ഡെയിലി രാവിലെ മേഡത്തിന് എൻ്റെ അടുത്തേക്ക് അയക്കാം. രാവിലെ ഒരു 6 മണി 6:30 ആകുമ്പോൾ കുളിച്ച് അതിസുന്ദരിയായിട്ട് മേഡം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ രാത്രി ഒരു 10-12 മണിയാകുമ്പോൾ മേഡത്തിന് തിരിച്ചോട്ട് അയക്കാം. അപ്പൊ ഞാൻ പറഞ്ഞേ, സാറ് വന്നാൽ ഞാൻ എൻ്റെ കോൺസെൻട്രേഷൻ പോകുന്നേ. ഞാൻ വരാതെ ഒരു പണി ഇവിടെ നടക്കത്തില്ല. പൊന്നു സാറേ, മേഡത്തിന്റെ നല്ല ജീവൻ തുടിക്കുന്ന ഒരു പ്രതിമ ഞാൻ ഇവിടെ കയ്യിലോട്ട് തരത്തില്ലേ? അത്രയും തുടിപ്പ് വേണ്ട. എന്റെ തുടിപ്പ് എങ്ങാട്ടാന്ന് എനിക്ക് മനസ്സിലായി. ഞാനില്ലാതെ ഒരു കാര്യം ഇവിടെ നടക്കത്തില്ല. എന്റെ ദൈവം, ഇത് എന്ത് ചെയ്യണം ഇനി? അങ്ങനെ ഒരു കാര്യം ചെയ്യാം. ഞാൻ മേഡത്തിനെ എന്റെ ഉള്ളിലോട്ടൊന്ന് ആവാഹിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു ആവാഹനം, ഒരു ഉച്ചാടനം ഇവിടെ നടക്കത്തില്ല. ഞാൻ സമ്മതിക്കത്തില്ല. മേഡം ഒന്ന് പറ. അല്ല ഫ്രെഡി, എന്തായാലും പ്രതിമ വേണം. അയാൾ ആവാഹിച്ചോട്ടെ. ദൈവമേ, വല്ലവരും എന്റെ ഭാര്യ ആവാഹിക്കുന്നത് ഞാൻ തന്നെ നോക്കിയിരിക്കണമല്ലോ. എന്റെ മേഡം ഒന്ന് പോസ് ചെയ്തേ. അവക്ക് പണ്ടേ ഭയങ്കര പോസാ. സോറി മേഡം, ഇങ്ങനെ ഒന്ന് പോസ് ചെയ്തേ മേഡം. നീരാടും നേരം നിൽക്കുന്നു തീരത്തെ എന്റെ അമ്മോ, ആവാഹനം കഴിഞ്ഞ? ആവാഹനം കഴിഞ്ഞോ? ആവാഹനം കഴിഞ്ഞ എന്റെ കണ്ണിലോട്ടൊന്ന് കയറിക്കോട്ടെ. എന്റെ ദേഹത്തൊന്ന് തുടങ്ങി മാറിയ സാറിന് അലിഞ്ഞ മോനെ കാണാൻ പറ്റത്തില്ല. ഞാൻ മേഡത്തിന് ആവാഹിക്കട്ടെ. അയ്യോ. ഓക്കെ,
വായിച്ചു. ഇനി മേഡത്തിന്റെ അളവെടുക്കണം. നടക്കത്തില്ല, അളവെടുക്കാൻ സമ്മതിക്കത്തില്ല. എന്റെ പൊന്നു സാറേ, ഈ അളവെടുക്കാൻ നമ്മൾ എങ്ങനെ പണിയും? നീ ഇത്ര നേരം ആവാഹിച്ചില്ലേ, അതിൽ നിന്ന് അങ്ങ് അളവെടുത്താ മതി. കഷ്ടമാ നോക്കിയത്. പേരെന്താ മേഡം? തുഷാര. തുഷാര. സ്വീറ്റ് നെയിം. താങ്ക് യു. മേഡത്തിന്റെ ഫോൺ നമ്പർ പറയൂ. എന്റെ നമ്പർ പോരെ? വിളിച്ചാൽ കിട്ടുന്ന നമ്പർ എനിക്ക് വേണ്ട. മേഡത്തിന്റെ നമ്പർ പറയൂ. 6282822222. പിന്നെ വാട്സ്ആപ്പ് നമ്പർ? വാട്സ്ആപ്പ് നമ്പറാ? എപ്പോൾ വിളിച്ചാലും കിട്ടൂല്ലോ അല്ലേ? കിട്ടും. ഓക്കെ മേഡം. നിങ്ങളാണോ വിളിക്കുന്നത്? ഏയ്, ഞാൻ രാത്രിയല്ലേ വിളിക്കുള്ളൂ. അപ്പൊ ഇത് വേറെ ആരോടാണ്? ഹലോ, ഓപ്പൺ ആയിട്ടുണ്ടോ? ഓക്കെ ഇത് വരുന്നു. റെഡി? നമ്മളെ താഴത്തെ പാർലർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഞാനൊന്ന് പോയിട്ട് വരാം. പോയിട്ട് വരൂ. ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കണേ. ഓക്കെ, സൂക്ഷിച്ചു പോണേ. സ്റ്റെപ്പൊക്കെ സൂക്ഷിച്ചിറങ്ങണേ. അവൾ അങ്ങ് പോയി, ഞാൻ ഒറ്റക്ക് നിന്നങ്ങ് മെഴുകണം. ആരെന്തോരം വേണം മെഴുകിക്കോ, ആ മെഴുക് മുഴുവൻ ഞാനിങ്ങ് വാരിക്കൊരുക്കി എടുത്തോളാന്നേ. അതെ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ചോദിച്ചോളൂ. ഈ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ പ്രതിമ ഏതാ? എനിക്ക് എന്റെ നോട്ടത്തിൽ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ പ്രതിമ ചൈനക്കാരുടെ പ്രതിമയാണ്. അതെങ്ങനെ? ഒരെണ്ണം ഉണ്ടാക്കിയാൽ മതിലോ, എല്ലാവർക്കും വിട്ടു കൊടുക്കാമല്ലോ, ആരും തിരിച്ചറിയത്തില്ല. പിന്നെ ഞാൻ ഈ ചൈനക്കാരുടെ ഞാൻ ഉണ്ടാക്കിയതല്ല, എന്നെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചതാ. എന്താ സംഭവം? അതായത് ഒരു ദിവസം ഞാനിങ്ങനെ വീട്ടിലിരുന്ന് ഇങ്ങനെ ഒരു പ്രതിമ ഉണ്ടാക്കും, ഒരു മനുഷ്യന്റെ. ഇങ്ങനെ മുഖമൊക്കെ പണിത് സെറ്റാക്കി റെഡിയാക്കി വെച്ചപ്പം എന്റെ പെങ്ങളുടെ മോൻ വന്നിട്ടുണ്ടായിരുന്നു. ആ പയ്യൻ എന്ത് ചെയ്ത്, ഈ മുഖത്ത് കയറിയ ഒരു ഒറ്റ ഇരിപ്പ്. ഞാൻ പറഞ്ഞു എഴുതിട്ട് പോടാ എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിടുവല്ല. മുഖത്ത് നോക്കിയപ്പോ മുഖം ചപ്പിളിച്ചളങ്ങി ചൈനക്കാരുടെ പ്രതിമ പോലെ ആയിരുന്നു. അപ്പൊ തന്നെ ഇമ്പോർട്ട് ചെയ്തില്ലേ അങ്ങോട്ടേക്ക്. ഉണ്ടാക്കിയില്ലേ? പിന്നെ പെങ്ങളുടെ മോൻ വരണം ഇവിടെ. എന്നാ അച്ഛൻ കൊച്ചിന്റെ അടുത്തല്ലേ? ഓക്കെ, അപ്പൊ സാറേ ഞാനേ ഒരു കാര്യം ചോദിക്കുന്നോട് തോന്നരുത്. ചോദിച്ചോ. ഞാനേ ഈ സമയമൊക്കെ ആകുമ്പം രണ്ടെണ്ണം അടിക്കുന്ന ഒരാളാണ്. മേഡം നിന്നോണ്ടാ ഞാനത് പറയാതിരുന്നത്. അടിച്ചോട്ടെ. അടിച്ചോ, കുഴപ്പമില്ലല്ലോ. പൊന്ന് സാറേ, സാറിനെ പോലെ ഒരാള് സാറിനെ ഞാൻ സമ്മതിച്ചിട്ടാ. എന്താടോ സാറിന് ഭാര്യയോടുള്ള സ്നേഹം ഭയങ്കരമാണ് സാറേ. എല്ലാരും പറയുന്നുണ്ട്. ആണല്ലേ? എങ്ങനെ സാറേ ഇങ്ങനെ ഭാര്യമാരെ സ്നേഹിക്കാൻ പറ്റുന്നത്? അതൊക്കെ ഒരു ഭാഗ്യം. അവർ ഇതിനുവേണ്ടി പോകുമ്പോ അവർ പ്രതിമ ഉണ്ടാക്കി വെക്കുക, അവരങ്ങ് സ്നേഹിക്കുക, വീട്ടിലിരുന്ന് പറയാ സൂപ്പർ അടിപൊളിയാണ് സാർ. കഴിച്ചോ സാർ? അയ്യോ, എനിക്ക് ഇതിന്റെ കളർ കാണുന്ന തന്നെ ഇറിറ്റേഷൻ ആണല്ലേ? പിന്നെ ഇതിന്റെ മണം വരുമ്പോ തന്നെ എനിക്ക് ഓക്കാനും വരും. ആണല്ലേ? അപ്പൊ സാർ കഴിക്കത്തില്ലല്ലേ? കഴിക്കുകയൊക്കെ ചെയ്യും. അതെങ്ങനെ കഴിക്കും സാർ? അത് മണം കാണാതിരിക്കാൻ കണ്ണ കടച്ചു വെക്കും. അത് ഇതടിക്കാതിരിക്കാൻ മൂക്കങ്ങ് വെക്കും. ഇത് കട്ടടി രുചി എനിക്ക് ഓക്കെയാ. ഓക്കെ സാർ, ഓക്കെ. എന്ത് പറ്റി സാർ? ഞാനൊന്നും ചെയ്തില്ലല്ലോ. നീ എന്താ പറഞ്ഞ? അവിടെ ഉള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ പ്രതിമ ഉണ്ടാക്കുന്നത്. എടാ, പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പ്രതിമ ഉണ്ടാക്കുന്നത്, അറിയോ? പ്രതിമയോട് എന്ത് പ്രതികാരം? എടാ, ഞാൻ വീട്ടിൽ വെറും ഒരു പ്രതിമയാടാ. എനിക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല, എനിക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല, ഒരു വാക്ക് മിണ്ടാൻ പറ്റത്തില്ല. എന്ത് കഷ്ടമാണ് അനുഭവിക്കുന്ന ആളാണെന്നറിയോ ഞാൻ. അതുകൊണ്ട് അവളുടെ ഒരു പ്രതിമ ഉണ്ടാക്കി അവളുടെ മുഖത്ത് നോക്കി എനിക്ക് രണ്ട് വർത്താനം പറയണം. അവളുടെ മുഖത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടണം, എനിക്ക് തട്ടിക്കളിക്കണം. അതിന് വേണ്ടിയാടാ ഞാൻ പ്രതിമ ഉണ്ടാക്കുന്നത്, അറിയാവോ? കാശ് കണ്ട് മാത്രം ഞാൻ അവളെ കെട്ടിയാടാ. ഇതാണ് കുഴപ്പം. കാശ് കണ്ട് പെണ്ണിനെ കെട്ടാൻ പോയി ഇതായിരിക്കും അനുഭവം. അതൊക്കെ സാർ എന്റെ ഭാര്യയെ കണ്ട് പഠിക്കണം. ഞാൻ വരച്ച വരയെന്നവള് മാറത്തില്ലല്ലോ. പിന്നല്ലേ സാർ, ഇപ്പൊ ഞാൻ പറയാണ് എടി വാട്സപ്പ് ഉപയോഗിക്കണ്ടെന്ന് പറഞ്ഞാൽ ഉപയോഗിക്കത്തില്ല, ഫേസ്ബുക്ക് ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ ഉപയോഗിക്കത്തില്ല. ഇനിയിപ്പോ ഡ്രസ് വെളിയിലോട്ട് ലിഫ്റ്റ് ഇടണമല്ലോ, ലിഫ്റ്റ് ഇടണ്ടെന്ന് പറഞ്ഞാൽ അവൾ ഇടത്തില്ല. വെളിയിലോട്ട് ഇറങ്ങുമ്പോ സാരി കൊടുക്കും. ഈ ഭാഗമില്ലേ 18 പിന്നാ കുത്തുന്ന 18 പിന്ന്, അറിയാവോ? ഇതുപോലെ ഒരു ദിവസം ഞാനിങ്ങനെ അവളെന്തോ കുരുത്തക്കേട് കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒരു വര അങ്ങ് വരച്ചിട്ട് ഞാൻ പറഞ്ഞു അവിടെ നിൽക്കണമെന്ന് പറഞ്ഞു. അവിടെ നിന്നു. അപ്പം തന്നെ എനിക്ക് വർക്കിൻ്റെ കോള് വന്നു. ഞാൻ ഈ കോളുമായിട്ട് ഫോണുമായിട്ട് അങ്ങ് വർക്കിൻ്റെ കാര്യത്തിൽ പോയി. പിറ്റേ ദിവസം പുലർച്ചെ ഞാൻ വീട്ടിലെത്തിയപ്പോൾ കാണുന്ന കാഴ്ച എന്നറിയോ? ഞാൻ വരച്ച വരയിൽ അവൾ ഇങ്ങനെ അയ്യോടാ ഉറക്കം ഭാര്യ എൻ്റെ പണിക്കാരനോട് വിളിച്ചോടി പോയി. അത് നമ്മൾ കൂടുതൽ നിയന്ത്രിക്കാൻ നിൽക്കരുത് പെണ്ണുങ്ങളെ. അവർ അങ്ങനെ ഇട്ടിട്ട് പോകും. എന്നിട്ടും അതൊക്കെ സഹിച്ചും ഈ മെഴുകുചന്ദ്രൻ നിൽക്കുന്നില്ലേ? ഞാനാ മെഴുകുചന്ദ്രൻ. നേരത്തെ വേറെ പേരാണല്ലോ പറഞ്ഞത്. അതായത് പിച്ചക്കാരന്റെ പേരാണോ ഫ്രാൻസിലുള്ളത്? ഞാൻ നിൽക്കുന്നില്ല സാർ, അതുപോലെ നിൽക്കാൻ പഠിക്കണം സാർ. നിന്നെ കണ്ടിട്ട് എനിക്ക് അസൂയ തോന്നടാ. എനിക്ക് ഇതേപോലെ അടിച്ചു നടക്കാൻ ഭയങ്കര ആഗ്രഹം. പക്ഷെ ഞാൻ വീട്ടിൽ എവിടെ മദ്യം കൊണ്ടുവച്ചാലും ഇവള് മണത്തറിയും. ഇവളെ തുഷാരെ നല്ല വിളിക്കേണ്ടത് തൂഫാൻ, ഓപ്പറേഷൻ തൂഫാൻ. ഇവിടെ പെരുമ്പാവൂരോട്ട് അങ്ങ് ഇറക്കി വിടണം. 2 ദിവസം കൊണ്ട് ക്ലിയർ ആക്കി തരും. അയ്യോ അടിപൊളി. റെഡി ഡാർലിംഗ്. ഓ ഫ്രെഡി, ഞാനേ പാർലറിൽ പോയിട്ട് ഗോൾഡൻ ഫേഷ്യൽ ചെയ്തു. ഇപ്പൊ എന്നെ കാണുമ്പോ ഒരു 10 പൈസ കുറവില്ലേ? 10 പൈസ കുറവില്ലേ? ഫ്രെഡി,
You come here. You come here, Freddy. No. Come here. Stay. മദ്യപിച്ചിട്ടുണ്ടോ? No. മദ്യപിച്ചിട്ടില്ല? Never. എന്നാ ഞാൻ പറയണ പോലെ ഒന്ന് പറഞ്ഞേ. പറയാം. വടുതല വളവിൽ ഒരളതിര മരത്തിൽ 10-25 ഒതളങ്ങ. പടുതല വളർച്ചയായിട്ട് കല്യാണത്തിന് മുമ്പ് ചെറിയൊരു ബന്ധം ഒന്നും പറയല്ലേ. You cheat. You bloody cheat. നിങ്ങളൊരു ഭർത്താവായിട്ട് ഇനി കാണാൻ എനിക്ക് പറ്റില്ല. തന്നെ ഞാണ്ടല്ലോ. ഓ തന്റെ പ്രതിമേനാണോ? താൻ എന്താണ് പ്രതിമേനാണോ ഇവർക്ക് കള്ളുടിക്കാനാണ് നിർത്തണോ? തന്റെ പ്രതിമയിലുള്ള കോപ്പ് എനിക്ക് വേണ്ടോ? ഒന്നുകൂടിയും പറയൂ. വടുതല വളവിൽ ഇല്ല പറയില്ല. പൾസലയായിട്ട് ഒരു ബന്ധവും എനിക്കിപ്പോ ഇല്ല. ഞാൻ പറയൂ. വീട്ടിവാ താൻ ഇന്ന് തീർന്നോളോ? താൻ ഇന്ന് തീർന്നു. ചന്ദ്ര, എന്താ സാറേ? എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായടാ. എനിക്കതറിയാം. കാശുള്ള പെണ്ണിനെ കെട്ടരുതെന്നല്ലേ? അങ്ങനല്ല, ഓസിനൊരുത്തം വലിച്ചു കയറ്റാൻ തരുമ്പോ മൂക്കുപൊട്ട അടിക്കില്ലെന്ന്. പിന്നെ എടാ, എനിക്കൊരു പ്രതിമ പണിഞ്ഞു തരുവോടാ? മേഡം അല്ലേ പറഞ്ഞ പ്രതിമയൊന്നും വേണ്ടാന്ന്. എടാ, എന്തായാലും വീട്ടിൽ ചെല്ലുമ്പോ അവൾ എന്നെ കൊല്ലും. എന്റെ മക്കൾക്ക് കാണാൻ വേണ്ടി എന്റെ ഒരു പ്രതിമ എനിക്ക് പണിഞ്ഞു തരാ. എന്നാ ഞാൻ സാറിനെ ഒന്ന് ആവാഹിക്കട്ടെ. എന്നാ രജു ചേട്ടൻ ആൻഡ് ടീം എങ്ങനെയുണ്ടായിരുന്നു സ്കിറ്റ് എന്ന് നമുക്ക് നമ്മുടെ കാര്യക്കാരെടുത്ത് ചോദിക്കാം. പക്രു ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു സ്കിറ്റ്? റജി, ഷൈജു, മാളു, നിങ്ങൾ കൊണ്ടുവരുന്ന കോൺസെപ്റ്റ് ഉണ്ടല്ലോ, കണ്ടന്റ് ഉഗ്രനാണ്. ആരും പിടിക്കാത്ത ചില സാധനങ്ങളും കൊണ്ടാണ് നിങ്ങൾ വരുന്നത്. ഭയങ്കര രസമുള്ള കുറേ സാധനങ്ങളാണ്. കഴിഞ്ഞ തവണ ഞാൻ ഒരു എപ്പിസോഡ് കണ്ടപ്പോൾ മൃഗങ്ങളുടെ സിനിമയെ കൊടുക്കുന്ന ഒരു സംഭവം വെച്ചിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു സ്കിറ്റാണ്. ഇത് നേരെ തിരിച്ച് വേറൊരു കോൺസെപ്റ്റാണ്. കാരണം മെഴുകു പ്രതിമ ഉണ്ടാക്കുന്ന ഒരാളുടെ കഥ വെച്ചിട്ട് അതിനെ കണക്ട് ചെയ്തിട്ട് ഭാര്യയും ഭർത്താവും വരുന്നു. ഇത് ഉണ്ടാക്കുന്നതിനുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ. ഇതിനിടയിൽ എനിക്ക് തോന്നിയ പ്രധാനപ്പെട്ടൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ക്രിപ്റ്റിൽ കൗണ്ടേഴ്സ് കുറവാണ്. സ്ക്രിപ്റ്റാണ് നിങ്ങളുടെ പ്രശ്നം. ത്രെഡ് ഉഗ്രനാണ്. ആ ത്രെഡിൽ പിടിച്ചിട്ട് സ്കിറ്റിൽ നമുക്ക് കൗണ്ടറുകൾ അടുക്കിക്കൊണ്ട് കുറച്ചുകൂടി ഒന്ന് പഞ്ച് ചെയ്തിരുന്നെങ്കിൽ ഉഗ്രനായിട്ട് പോകേണ്ട സ്കിറ്റാണിത്. നമ്മളിതൊരു സീരിയൽ പോലെ കുറേ സാധനങ്ങൾ കഥ പറഞ്ഞു പോകുന്നു എന്നുള്ളതല്ലാതെ പഞ്ച് ചെയ്ത് പോകുന്ന കൗണ്ടറുകൾ വളരെ കുറവാണ്. എന്നാൽ അവിടെ ഇവിടെയായിട്ട് ഉണ്ട് താനും. അതിനെല്ലാം ഞങ്ങൾ ഇവിടെ പൊട്ടിച്ചിരിച്ചു പോയി. നിങ്ങളുടെ പ്രകടനം എന്ന് പറയുന്നത് നമുക്ക് പിടിക്കാൻ പറ്റാത്ത പെർഫോമൻസാണ്. കാരണം അത്ര ഗംഭീരമായിട്ട് പെർഫോം ചെയ്ത 3 ആർട്ടിസ്റ്റുകളാണ് നിങ്ങൾ. നിങ്ങളുടെ കയ്യിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3 എന്ന് പറയുന്ന പോലെ തരത്തിലുള്ള കൗണ്ടറുകൾ അടുക്കിയിട്ടുള്ള നല്ലൊരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളത് വേറെ ഏതോ ഒരു ലെവലിൽ കൊണ്ടുപോകാൻ കഴിയുന്ന പ്രാപ്തിയുള്ള താരങ്ങളാണ്. കുറച്ചുകൂടി കൗണ്ടറുകളും കാര്യങ്ങളും വെച്ചിട്ട് സ്ക്രിപ്റ്റിൽ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾ വേറെ ലെവലിൽ വരുന്നൊരു ഗംഭീര ടീമാണ്. അത്ര പ്രതീക്ഷയുള്ളൊരു ടീമാണ് നിങ്ങൾ. അടിപൊളിയായിരിക്കും. ഇതൊന്ന് ശ്രദ്ധിക്കണേ. ഓക്കെ, താങ്ക് യു ചേട്ടാ. ആസിസിക്ക, നിങ്ങളെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറയട്ടെ. നിങ്ങൾ ഒരു സ്കിറ്റുമായിട്ട് വരുമ്പോൾ ഒരക്ഷരത്തെറ്റോ ഒരു ടൈമിംഗ് മാറ്റോ ഒരു പരിപാടിയില്ല. നിങ്ങൾ എന്താണ് റിഹേഴ്സൽ ചെയ്തത് അതുപോലെ നിങ്ങൾ 3 പേര് ഇവിടെ വന്ന് അടിപൊളിയായിട്ട് ചെയ്യും. അപ്പം നിങ്ങൾ കൊണ്ടുവന്ന ത്രെഡ് ഗംഭീരമാണ്. പക്ഷെ അതിനകത്തുള്ള ഈ ഹ്യൂമർ ഭയങ്കര കുറവായിട്ട് ഫീൽ ചെയ്യും. കുറച്ച് ഒരു പുട്ടിന് പീരയിടും പോലെ എവിടെയെങ്കിലും കുറച്ച് ഹ്യൂമർ ഇട്ടിട്ട് പോയാണ്ടല്ലോ, ഇത് ഗംഭീര സ്കിറ്റായി മാറിയാണ്. സത്യസന്ധമായിട്ട് പറയും. അടിപൊളി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. താങ്ക് യു ബിജുകുട്ടൻ ചേട്ടാ. അല്ല, എനിക്കും പറയാനുള്ളത് നല്ല ത്രെഡാണത്. കാരണം ഇതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്നൊരു കേസാണ്. നേരത്തെയൊക്കെ നമ്മൾ ഈ മെഴുക് പ്രതിമയൊക്കെ ആണെങ്കിൽ ഒന്നില്ലെങ്കിൽ UK, ലണ്ടൻ, USA പോകണമായിരുന്നു. പക്ഷെ നമ്മുടെ കേരളത്തിൽ വരെയുണ്ട് ഇപ്പോൾ. എൻ്റെയും ഒരു മെഴുകു പ്രതിമയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ല, അജിഡ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വളരെ വ്യക്തമാണ്. നല്ല കറക്റ്റായിട്ട് നല്ല ഷാർപ്പായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. കറക്റ്റ് ജീവൻ തുടിക്കും അത്. അപ്പോൾ അതുകൊണ്ട് ആരും പറഞ്ഞ് മനസ്സിലാക്കണ്ട ഈ സാധനം. അപ്പോൾ നിങ്ങൾ എടുത്താക്കണ ആ ത്രെഡ് കിടിലൻ ത്രെഡാണത്. സ്കിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്ലൈമാക്സ് തൊട്ട് പറയേണ്ടി വരും. ക്ലൈമാക്സ് ഗംഭീര ക്ലൈമാക്സ് ആണ്. അതിനിടയിലുള്ള കൗണ്ടറുകളും കൂടി ഉണ്ടായിരുന്നു കണ്ടല്ല, വേറെ ലെവൽ സ്കിറ്റായതിനെ. ഈ പറഞ്ഞ പോലെ ഭയങ്കര ടൈമിങ്ങാണ്. ഷൈജു, അതുപോലെ തന്നെ നമ്മുടെ റെജി, അലി, മാളു, ഭയങ്കര നിങ്ങളൊരു ടീം വർക്ക് നല്ല. കാരണം നമുക്കത് കാണുമ്പോൾ അറിയാത്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ നന്നായിട്ട് അതൊന്ന് മനസ്സിൽ വെച്ചിട്ട് അടുത്ത സ്കിറ്റ് ഗംഭീരമാക്കി മതി കേട്ടോ. ഓക്കെ, അടിപൊളി. താങ്ക് യു ബിജുകുട്ടൻ ചേട്ടാ. പക്രു ചേട്ടാ, അപ്പൊ നമുക്ക് മാർക്ക് കൊടുത്തു തുടങ്ങാം. മാർക്ക് കൊടുക്കാം. അതിന് മുമ്പ് എനിക്കൊരു കാര്യമുണ്ട്. മറ്റേ മാളുവിന് ആ നാക്കുളക്ക് കൊടുത്തത് ആരാണ്? ഷൈജു ആണോ? എന്നെ കണ്ടുപിടിച്ചതാ ആണോ? അന്ന് പറഞ്ഞേ എന്തായിരുന്നു അത്? അയ്യോ, വടുതല വളവിലോ ഒരളതല മരത്തിൽ
10-25 ഒതളങ്ങ. പക്ഷെ അത് മദ്യപിച്ചില്ലെങ്കിലും തെറ്റും. അതൊരു ഇച്ചിരി അക്രമമായി കേട്ടോ. പാവം ഭർത്താവിനത് കൊടുത്തത് ഭാര്യയ്ക്ക് മര്യാദയ്ക്ക് പറയാൻ പറ്റില്ല. അടുത്ത വത്സലേ കയറി അങ്ങ് രക്ഷപ്പെട്ടു. ഓക്കെ, നിങ്ങൾക്ക് 7000. 7000. അസീസിക്ക? ഞാൻ ഒരു 6000. 6000. അപ്പൊ 13000 രൂപയാണ് ഇതുവരെയുള്ള ടോട്ടൽ. ബിജുകുട്ടൻ ചേട്ടൻ റിവീൽ ചെയ്യുന്നതായിരിക്കും. പിടിച്ചോ. 27,000 രൂപയാണ് ഈ ഒരു സ്കിറ്റ് നേടിയിരിക്കുന്നത്. കറക്ഷൻസ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ഗംഭീര ത്രെഡാണ്, നിങ്ങൾ ഗംഭീര ആർട്ടിസ്റ്റുകളാണ്. ജസ്റ്റ് കൗണ്ടറിന്റെ കുറവാണ്. അത് അടുത്ത തവണ നമ്മൾ പരിഹരിക്കും എന്ന വാശിയായിട്ട് പൊയ്ക്കോളൂ. നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നിന്നും ദിസ് ഇസ് മീ മീനാക്ഷി സുധീർ സൈനിങ് ഓഫ് ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്. Flowers comedy. ഇത് ഐറ്റം വേറെ.